ഹായ് ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളുടെ GIB കഴിഞ്ഞു. സൂപ്പർ കിങ് സ്റ്റുഡൻസ് ആണ്. നിങ്ങൾ GIB കഴിഞ്ഞു. GIB നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് വന്ന മിസ്റ്റേക്കുകളൊക്കെ ഈ സൊല്യൂഷൻ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്കുകൾ, കിട്ടാത്ത ചോദ്യങ്ങൾ, എന്തുകൊണ്ടാണ് കിട്ടാത്ത, അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ചാപ്റ്റർ നന്നായിട്ട് റിവൈസ് ചെയ്യുക. നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ്റെയും ആൻസർ എന്താണ്, അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നുള്ള കാര്യം നോക്കാം. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ എ സോപ്പ് ബബിൾ ഈസ് ഗിവൺ എൻ ഇലക്ട്രിക് ചാർജ്. സോപ്പ് ബബിൾ എന്ന് പറയുന്ന ഒരു ഹോളോസ്ഫിയർ ആണ്. അപ്പോൾ ഹോളോസ്ഫിയറിന് നമ്മൾ ചാർജ് ചെയ്താൽ വെദർ ഇറ്റ് ഇസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്, ആ ചാർജ് സർക്കംഫേസിൽ ഇങ്ങനെ നിൽക്കും, അതായത് സർഫസിൽ നിൽക്കും. പോസിറ്റീവ് ആണെങ്കിൽ ഈ രൂപത്തിലുണ്ടാവും, നെഗറ്റീവ് ആണെങ്കിൽ ഈ പോസിറ്റീവിൻ്റെ സ്ഥാനത്ത് നെഗറ്റീവ് വരും. പോസിറ്റീവ് ആണ് എല്ലാം പോസിറ്റീവ്, നെഗറ്റീവ് ആണ് എല്ലാം നെഗറ്റീവ്. അപ്പോൾ ഇത് ലൈക്ക് ചാർജുകളാണ്. അപ്പോൾ ലൈക്ക് ചാർജുകൾക്കിടയിൽ എന്തുണ്ടാവും? റിപ്പൽഷൻ ഉണ്ടാവും. അപ്പോൾ ആ റിപ്പൽഷൻ കാരണം ഈ പോസിറ്റീവ് ചാർജുകൾ മാക്സിമം അകന്ന് നിൽക്കാൻ ശ്രമിക്കും. അങ്ങനെ അവർ അകന്ന് നിൽക്കണമെങ്കിൽ ഇതിൻ്റെ സർക്കംഫേസ് എന്താവണം? വലുതാവണം. അപ്പോൾ അവർ മാക്സിമം റിപ്പൽഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ബബിൾ എന്താവും? എക്സ്പാൻഡ് ആവും. ശരിയല്ലേ? സോ ഇറ്റ് വിൽ എക്സ്പാൻഡ്. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റൻ നമ്പർ 2, ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ഐഡൻറ്റിക്കൽ ചാർജ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് R ഇൻ വാക്വം, ദെൻ ഫോഴ്സ് ഈസ് F. അപ്പോൾ രണ്ട് ചാർജുകൾ, ഐഡൻറ്റിക്കൽ ചാർജുകൾ R ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ ഫോഴ്സ് ഈസ് ഈക്വൽ ടു F ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്താം? KQ²/R² എന്ന് എഴുതാം. Then a dielectric constant K is inserted between these two charge. The thickness of the slab is equal to R/2. The force between the charges will be. Okay. അപ്പോൾ നോക്കൂ, ഈ രണ്ട് ചാർജിൻ്റെ ഇടയിലെ ഡിസ്റ്റൻസ് R ആണ്. അവർക്കിടയിൽ ഒരു ഡയലക്ട്രിക് മീഡിയം പ്ലേസ് ചെയ്തു. ആ മീഡിയത്തിൻ്റെ തിക്നെസ് R/2 ആണ്. എത്രയാണോ ചാർജുകൾക്കിടയിലെ ഡിസ്റ്റൻസ്, അതിൻ്റെ ഹാഫാണ്. അപ്പോൾ ഫോഴ്സ് മാറും. ആ പുതിയ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. KQ² ഡിവൈഡഡ് ബൈ R മൈനസ് തിക്നെസ് പ്ലസ് റൂട്ട് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഇൻറ്റു തിക്നെസ് ഹോൾ സ്ക്വയർ. അപ്പോൾ F' ഇസ് ഈക്വൽ ടു KQ² ഡിവൈഡഡ് ബൈ R/2 പ്ലസ് റൂട്ട് 4, തിക്നെസ് എത്ര വരുന്നത്? R/2 ദി ഹോൾ സ്ക്വയർ. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ R/2 പ്ലസ് റൂട്ട് 4 R/2, റൂട്ട് 4 2 ആണ്. ആ 2ഉം ഈ 2 ഡിനോമിനേറ്ററിലെ 2ഉം കട്ടായി പോകും. പിന്നെ ഇവിടെ R/2 പ്ലസ് R ആണ് ഉണ്ടാവുക. R/2 പ്ലസ് R ചെയ്താൽ F' ഇസ് ഈക്വൽ ടു KQ² ഡിവൈഡഡ് ബൈ R/2 പ്ലസ് R, ഹാഫ് ആറും ഒരാറും ആഡ് ചെയ്താൽ 3/2 R വരും, 1.5 R വരും, 3/2 R ദി ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു KQ² ഡിവൈഡഡ് ബൈ 3ൻ്റെ സ്ക്വയർ 9 R², 2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ ഈ 4 മുകളിലേക്ക് പോയാൽ 4 ഇൻറ്റു KQ² ഡിവൈഡഡ് ബൈ 9 R². KQ²/R² എന്ന് പറയുന്നത് പഴയ ഫോഴ്സ് ആണ്. അപ്പം പുതിയ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 4/9 ടൈംസ് ഓഫ് പഴയ ഫോഴ്സ്. അപ്പോൾ 4/9 ടൈംസ് ഓഫ് പഴയ ഫോഴ്സ്. ദാറ്റ് ഇസ് ക്വസ്റ്റൻ നമ്പർ 2. ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. ശരിയല്ലേ? ക്ലിയർ. എന്നാൽ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. Third question, a charge particle of mass m, charge q is released from rest in an electric field of constant magnitude E. The kinetic energy of the particle after t time is. Kinetic energy is equal to half mv² ആണ്. അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജ് പാർട്ടിക്കിളിനെ റിലീസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. റിലീസ്ഡ് എന്ന് പറഞ്ഞാൽ ചാർജ് പാർട്ടിക്കിൾ റെസ്റ്റിലാണ്. അപ്പോൾ റെസ്റ്റിൽ നിന്ന് ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യാൻ തുടങ്ങും. ബിക്കോസ് ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജ് പാർട്ടിക്കിൾ പ്ലേസ് ചെയ്താൽ ചാർജ് പാർട്ടിക്കിൾ വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ്. F is equal to QE, MA is equal to QE. So acceleration of the charge is equal to QE divided by M. അപ്പോൾ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി V is equal to U plus AT ആണ്. ആക്സിലറേഷൻ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയതുകൊണ്ട് അത് 0. പിന്നെ ആക്സിലറേഷൻ EE ഡിവൈഡഡ് ബൈ QE ഡിവൈഡഡ് ബൈ M ആണ് ഇൻറ്റു T. അപ്പോൾ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv², ദാറ്റ് ഇസ് Q² E² T² ഡിവൈഡഡ് ബൈ M². ഒരു എമ്മിനെ ക്യാൻസൽ ചെയ്താൽ ഹാഫ് ഇൻറ്റു Q² E² T² ഡിവൈഡഡ് ബൈ M വരും. ഓക്കെ, അപ്പോൾ Q² E² T² ഡിവൈഡ് ബൈ 2M, ദാറ്റ് ഇസ് ഓപ്ഷൻ 3. ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റൻ നമ്പർ 3, ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റൻ നമ്പർ 4, in a region of space the electric field is given by 8I plus 4J plus 3K. The electric flux through the surface of area 100 unit in XY plane. അപ്പോൾ അവിടെ ഏരിയ XY പ്ലെയിനിലാണുള്ളത്. അപ്പോൾ XY പ്ലെയിനിലുള്ള ഏരിയയുടെ ഏരിയ വെക്ടർ
ഇങ്ങനെ ഇവിടുന്ന് റേഡിയലി ഔട്ട്വേർഡ് ആയിട്ടാണ് വരിക. അതായത് ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഏരിയൽ വെക്ടർ വരിക. ഓക്കെ, അതായത് ഈ ഏരിയൻ്റെ പ്ലെയിൻ കണ്ടോ, ആ ഏരിയൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഏരിയ വെക്ടർ വരിക. അപ്പോൾ എക്സ് വൈ പ്ലെയിനിലാണ് ആ ഏരിയ ഉള്ളതെങ്കിൽ എക്സ് വൈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഏരിയ വെക്ടർ വരിക. അപ്പോൾ ഡെഫിനറ്റ്ലി ഏരിയ വെക്ടർ എക്സ് വൈക്ക് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ സെഡ് ഡയറക്ഷനിലാണ്. അപ്പോൾ കെ ക്യാപ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു 8I + 4J + 3K. ഏരിയ ഈസ് ഈക്വൽ ടു 100 K ക്യാപ്. അപ്പോൾ ഇത് ഡോട്ട് ചെയ്താൽ ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു E ഡോട്ട് എ ആണ്. അപ്പോൾ ഇത് ഡോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3K, ഇവിടെ ബാക്കി ഐയും ജെയും ഒന്നും ഏരിയയിലില്ല, പിന്നെ 3K ഇൻറ്റു ആ 3K ഡോട്ട് 100K, ദാറ്റ് ഇസ് 300 യൂണിറ്റ്. Option 2 is the right answer. Question number 4, option 2 is the right answer. Question number 5. Two infinite plane parallel sheet separated by a distance d equal and opposite uniform charge density sigma. The electric field okay. അപ്പോൾ രണ്ട് ചാർജ്ഡ് ഷീറ്റ് ഉണ്ട്. ഒന്ന് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഒന്ന് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോൾ പോസിറ്റീവ് ചാർജ്ഡ് ഷീറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഔട്ട്വേർഡ് ആണെങ്കിൽ നെഗറ്റീവിൻ്റെത് റേഡിയലി ഇൻവേർഡ് ആയിരിക്കും. പോസിറ്റീവിൻ്റെത് റേഡിയലി ഔട്ട്വേർഡ്, നെഗറ്റീവിൻ്റെത് റേഡിയലി ഇൻവേർഡ്. അപ്പോൾ നമുക്ക് ബിറ്റ്വീൻ ദ പ്ലേറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു, ആദ്യത്തെ ആളത് σ/2ε0, ഒരു ഇൻഫിനിറ്റ്ലി ലോങ് പ്ലെയിൻ ഷീറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ടു σ/2ε0 ആണ്. രണ്ടാമത്തതും σ/2ε0. ഇത് രണ്ടും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2σ/2ε0, 2 ക്യാൻസൽ ആവും. അപ്പോൾ σ/ε0, ദാറ്റ് ഇസ് ഓപ്ഷൻ 3 ഇസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റൻ നമ്പർ 5, ഓപ്ഷൻ 3. ക്വസ്റ്റൻ നമ്പർ 6, എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഇറ്റ് ബിറ്റ്വീൻ എ ആൻഡ് ബി. അപ്പോൾ നമ്മൾ പുറകുന്ന് സോൾവ് ചെയ്ത് തുടങ്ങാം. ആദ്യം നോക്കൂ, ഈ മൂന്നെണ്ണം സീരീസാണ്. ഈ 3 മൈക്രോഫാരഡും ഈ 3 മൈക്രോഫാരഡും ഈ 3 മൈക്രോഫാരഡും സീരീസ് ആണ്. അപ്പോൾ 3 സീരീസ് വന്നു കഴിഞ്ഞാൽ എഫക്റ്റീവ് വിൽ ബി ഈക്വൽ ടു, ഐഡൻറ്റിക്കൽ അല്ലേ, 3 സീരീസ് വന്നു കഴിഞ്ഞാൽ എഫക്റ്റീവ് വിൽ ബി ഈക്വൽ ടു 3/3, ദാറ്റ് ഇസ് 1 മൈക്രോഫാരഡ്. അപ്പോൾ ഇത് 1 മൈക്രോഫാരഡായി. ആ 1 മൈക്രോഫാരഡും ഈ 2 മൈക്രോഫാരഡും പാരലാണ്. അപ്പോൾ 1ഉം 2ഉം പാരലായ എഫക്റ്റീവ് 1 + 2, ദാറ്റ് ഇസ് 3 വരും. പിന്നെ നോക്കൂ, ഈ 3യും ഈ ബോക്സിൻ്റെ എഫക്റ്റീവ് 3 നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അതും ഈ 3യും, ഇത് മൂന്നും സീരീസാണ്. ഇപ്പോൾ ഇങ്ങനെയാണ് വരിക. കറണ്ട് ഇതിലേ വന്നു, ഈ ബോക്സിലൂടെ പോയിട്ട് പിന്നെ കറണ്ട് ഇതിലേ പോകും. അപ്പോൾ ഈ 3യും ഈ ബോക്സിൻ്റെ 3യും ഈ 3യും പരസ്പരം സീരീസാണ്. അപ്പോൾ 3യും സീരീസ് ആയിട്ട് വന്നാൽ എഫക്റ്റീവ് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് 1 മൈക്രോഫാരഡ് കിട്ടും. ഓക്കെ, ആ 1 മൈക്രോഫാരഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും കപ്പാസിറ്റൻസ് ആണ്. അപ്പോൾ ഞാനത് മാറ്റി വരയ്ക്കാം. ഇവിടെ ഒരു 3 ഉണ്ട്, ഈ 3. പിന്നെ നമ്മൾ ഇതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇത് 3ഉം കണ്ടു, അതിൻ്റെ എഫക്റ്റീവ് 1 ആണ്. ആ 1ഉം 2ഉം പാരലലാണ്. ആ എഫക്റ്റീവും ഈ 3യും സീരീസ് ആണ്. അതിൻ്റെ എഫക്റ്റീവ് 1 കണ്ടു. ആ 1 ആണ് ഞാനിപ്പോൾ ഇവിടെ എഴുതുന്നത്, 1. പിന്നെ ഇതവിടെ 3. ശരിയല്ലേ? ഓ ഐ എം സോറി. ഇവിടെ ഇത് 3ൻ്റെ എഫക്റ്റീവ് 1, ആ 1ഉം ഈ 2ഉം പാരലൽ. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് വിൽ ബി 3 വന്നു. ഈ 3യും സീരീസ് ആണ്. അതിൻ്റെ എഫക്റ്റീവ് നമുക്ക് 1 വന്നു. ആ 1ഉം ഇവിടെയുള്ള ഈ 2ഉം, ആ 1ഉം ഇവിടെയുള്ള ഈ 2 ഇതാ, ഇതിൻ്റെ എഫക്റ്റീവായ 1ഉം ഈ 2ഉം കൂടെ സീരീസ് പാരലൽ ആയതുകൊണ്ട് അതിൻ്റെ എഫക്റ്റീവ് 1 + 2, 3 മൈക്രോഫാരഡ് വരും. പിന്നെ ഇതാ ഈ മൂന്നാമത്തെ 3 മൈക്രോഫാരഡ്. അപ്പോൾ നോക്കൂ, ഈ 3യും എന്താണ്? സീരീസ് ആണ്. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് എത്ര വരിക? 3 സീരീസ് ആയിട്ട് വന്നു. അപ്പോൾ 3/3, 1 മൈക്രോഫാരഡ്. അപ്പോൾ എഫക്റ്റീവ് വിൽ ബി 1 മൈക്രോഫാരഡ്. ദാറ്റ് ഇസ് ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ. Question number 7. 2 point charges +3 microcoulomb +8 microcoulomb repel each other with a force of 40 Newton. If a -5 microcoulomb is added to each of them, now the force between them will be. നോക്കൂ, ആദ്യം അവർക്കിടയിലുള്ള ഫോഴ്സ് F is equal to K into Q1 Q2 3 into 8 24 divided by R². അത് 40 ആണ്. 40 is equal to K into 24/R². ഇനി ഒരു -5 രണ്ടിലേക്കും ആഡ് ചെയ്തു. അപ്പോൾ +3ലേക്ക് -5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് -2.
ഇനി 8ലേക്ക് -5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് 3. ശരിയല്ലേ? അപ്പോൾ പുതിയ ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഒരു ചാർജ് നെഗറ്റീവായി, അപ്പോൾ ഇപ്പോൾ ഉള്ള ഫോഴ്സ് അട്രാക്റ്റീവ് ആവും. അപ്പോൾ ഇവിടെ മൈനസ് വരും. -2 × 3 -6 ഡിവൈഡഡ് ബൈ r². ഇത് രണ്ടും ഡിവൈഡ് ചെയ്താൽ r² ക്യാൻസലായി, കെയും ക്യാൻസലായി, 24ഉം 6ഉം കട്ട് ചെയ്താൽ 4 വരും. 40 ഡിവൈഡഡ് ബൈ എഫ് ഇസ് ഈക്വൽ ടു -4. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു എഫിനെ അങ്ങോട്ട് കൊണ്ടുപോവുക, -4നെ താഴത്തേക്ക് കൊണ്ടുവരിക. 40 ഡിവൈഡഡ് ബൈ -4, അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു -10. ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? അടുത്തിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 8. A charged ball B hang from a silk thread S which make an angle theta with the charged conducting sheet P as shown in figure. The surface charge density sigma in the sheet is proportional to. Surface charge density is proportional to what എന്നാ ചോദിച്ചത്. സി, ഇവിടെ ഈ പോസിറ്റീവ് ചാർജ് ഈ ബിയിലുള്ള ചാർജിനെ റിപ്പൽ ചെയ്യും ഇങ്ങോട്ടേക്ക്. ഓക്കെ, അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം, ക്യൂ ഇ എന്ന് എഴുതാം. ക്യൂ ഇ, കാരണം ഈ പോസിറ്റീവ് ചാർജിൻ്റെ ഫീൽഡ് ഇവിടെ ഉണ്ടാവും. ആ ഫീൽഡിൽ വെച്ച ഒരു ചാർജ് ആയതുകൊണ്ടാണ് ക്യൂ ഇ എന്ന് പറയുന്ന ഫോഴ്സ് വരുന്നത്. ഇതിൻ്റെ വെയിറ്റ് താഴേക്ക് ഉണ്ടാവും എം ജി, ടെൻഷൻ ഇങ്ങോട്ടേക്ക് ഉണ്ടാവും മുകളിലേക്ക്. അപ്പോൾ ടെൻഷനെ 2 കോമ്പണൻ്റ് ആക്കി സ്പ്ലിറ്റ് ചെയ്യാം. ടെൻഷനെ 2 കോമ്പണൻ്റ് ആക്കി സ്പ്ലിറ്റ് ചെയ്താൽ ഇത് തീറ്റ ആണെങ്കിൽ ഇത് തീറ്റ, അപ്പോൾ ഇത് ടി കോസ് തീറ്റ വരും. ഇങ്ങോട്ടേക്കുള്ളത് ടി സൈൻ തീറ്റ വരും. ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലായതുകൊണ്ട് ടി സൈൻ തീറ്റനെ ബാലൻസ് ചെയ്യുന്നത് ക്യൂ ഇ ആണ്. ടി കോസ് തീറ്റനെ ബാലൻസ് ചെയ്യുന്നത് താഴോട്ടേക്കുള്ളതാണ്. ടി കോസ് തീറ്റ മുകളിലേക്കാണ്, ബോൾ മുകളിലേക്ക് പോകുന്നില്ല, അതിൻ്റെ വെയിറ്റും ടി കോസ് തീറ്റയും ബാലൻസ്ഡ് ആണ്. 8 mg. അപ്പോൾ ടിയും ടിയും ക്യാൻസലായി, സൈൻ ബൈ കോസ് ടാൻ ആയി. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ക്യൂ ഇ ഡിവൈഡഡ് ബൈ എം ജി. അപ്പോൾ എം ജി ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ ചാർജിന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താ, സിഗ്മ ബൈ 2ε0. അപ്പോൾ അത് ഒരു ചാർജിൽ പ്ലേറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അല്ലേ. അപ്പോൾ ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈസ് പ്രൊപ്പോർഷണൽ ടു ടാൻ തീറ്റ, കാരണം എം ജിയും ചാർജും ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. സോ വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ടാൻ തീറ്റ, ദാറ്റ് ഈസ് ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 9. If the medium between two charges is replaced by another medium greater dielectric constant, then the force between them decreases. ശരിയാണ്. എയറിലാവുന്ന സമയത്ത് ഫോഴ്സ് എഫ് ഇൻ എയർ ആകുമ്പോൾ മീഡിയത്തിൽ വരുന്ന സമയത്ത് എഫ് എം ഇസ് ഈക്വൽ ടു എഫ് എയർ ഡിവൈഡഡ് ബൈ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് മീഡിയം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫോഴ്സ് കുറയാണ് ചെയ്യുക. ദ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് വാരീസ് ഇൻവേഴ്സ്ലി ആസ് ദ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ അവിടെ നോക്കൂ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ ഇലക്ട്രിക് ഡൈപോൾ മൊമെൻറ്റ് വാരീസ് ഇൻവേഴ്സ്ലി ആസ് ദ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ഡൈപോൾ മൊമെൻറ്റ് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് തമ്മിൽ നമ്മൾ റിലേഷൻഷിപ്പ് ഒന്നും പഠിക്കുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ എന്താ വരിക, സ്റ്റേറ്റ്മെൻറ്റ് 1 is true but statement 2 is false. That is option 3 is the right answer. Question number 9, option 3 is the right answer. Next, question number 10. The electric field at a distance 3r/2 from the center of a charged conducting spherical shell. അപ്പോൾ ഒരു ഷെല്ലിൻ്റെ റേഡിയസ് 6 ആണെങ്കിൽ 3r/2 എന്ന് പറഞ്ഞാൽ 1.5 r ആണ്. 1.5 r എന്ന് പറഞ്ഞാൽ പുറത്തുള്ള പോയിൻ്റാണ്. ഓക്കെ, അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇ ആണ്. ദെൻ ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് r/2 ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സ്ഫിയർ. r/2 ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സ്ഫിയർ, സെൻറ്ററിൽ നിന്ന് r/2 ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, സെൻറ്ററിൽ നിന്നും r/2 ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അത് സ്ഫിയറിൻ്റെ ഉള്ളിൽ തന്നെ അല്ലേ, ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ദാറ്റ് ഇസ് ഓപ്ഷൻ 2 ഈസ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 11. A solid conducting sphere of radius A has a net positive charge 2q. അപ്പോൾ ഇതൊരു എ റേഡിയസ് ഉള്ള ഒരു കണ്ടക്ടിങ് സ്ഫിയർ ആണ്. ആ സ്ഫിയറിലുള്ള ചാർജ്, സോ ഇറ്റ്സ് എ കണ്ടക്ടിങ് സ്ഫിയർ, ആ സ്ഫിയറിലുള്ള ചാർജ് 2q ആണ്. എൻ്റെ കണ്ടക്ടിങ് സ്ഫെറിക്കൽ ഷെൽ ഇന്നർ റേഡിയസ് ബി. അപ്പോൾ ഈ പുറത്ത് ഈ കാണുന്നത് ഒരു ഷെല്ലാണ്, ഒരു ഷെൽ, അതിൻ്റെ ഉള്ളിൽ എം ടി ആണ്, ഇതിനുള്ളിൽ കാലിയാണ്. അതുകൊണ്ടാണ് ഈ സോളിഡ് സ്ഫിയർ ഇതിൻ്റെ ഉള്ളിൽ കൊള്ളിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊരു കുറച്ച് കട്ടിയുള്ള ഹോളോ സ്ഫിയർ ആണ്. ഇത് തിക്നെസ് ആണ്. അതിൻ്റെ ഇന്നർ റേഡിയസ് ബി ആണ്, ഔട്ടർ റേഡിയസ് സി ആണ്. ഔട്ടർ റേഡിയസ് ബി ആൻഡ് ഔട്ടർ റേഡിയസ് സി കോൺസെൻട്രിക് വിത്ത് സോളിഡ് സ്ഫിയർ ഹാസ് എ നെറ്റ് ചാർജ് ഓഫ് -q. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നെറ്റ് ചാർജ് വരുന്നത് -q ആണ്. ദ സർഫസ് ചാർജ് ഡെൻസിറ്റി ഓഫ് ഇന്നർ ആൻഡ് ഔട്ടർ സർഫസ് ഓഫ് ദ
സ്പെറിക്കൽ ഷെല്ല് വിൽ ബി. അപ്പോൾ നോക്കൂ, ഈ ഔട്ടർ സർഫസ് ആണ് ഇവിടെ വരും. ഈ ഔട്ടർ സർഫസിലുള്ള ചാർജ് ഡെൻസിറ്റി ആണ് ചാർജ് ഡിവൈഡഡ് ബൈ ഏരിയ. ഇന്നർ സർഫസിൻ്റെ ചാർജ് ഡെൻസിറ്റി, ഇന്നർ സർഫസിലുള്ള ചാർജ് ഡിവൈഡ് ബൈ ഏരിയ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കൂ, ഇവിടെ ഈ സ്ഫിയറിൻ്റെ മുകളിൽ 2Q ആണ് ചാർജ്. ഈ 2Q കാരണം ഇവിടെ ഒരു ചാർജ് ഇൻഡ്യൂസ് ചെയ്യും, -2Q. ആ 2Q കാരണം അവിടെ നേരെ ഓപ്പോസിറ്റ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും, -2Q. ഇവിടെ -2Q ഇൻഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജ് ഇപ്പുറത്തെ സർഫസിൽ ഇൻഡ്യൂസ് ചെയ്യും, ദാറ്റ് ഇസ് +2Q. ഓക്കെ, അപ്പോൾ ഔട്ടർ സർഫസിൽ എന്ത് സംഭവിക്കുന്നതാണ്? ഇൻഡ്യൂസ് ചെയ്ത +2Q അവിടെയുള്ള -Q കൂടെ ചേർത്ത് 2Q - Q അത് Q ആയിട്ട് മാറും. ഔട്ടർ സർഫസിൽ Q ആയിട്ട് മാറും, ഇന്നർ സർഫസിൽ -2Q ആയിട്ട് മാറും. അപ്പോൾ ഔട്ടർ സർഫസിലെ ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ Q ഡിവൈഡഡ് ബൈ ഏരിയ 4π ഔട്ടർ സർഫസ് C². ഇനി ഇന്നർ സർഫസിൻ്റെ ചാർജ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു -2Q ഡിവൈഡഡ് ബൈ 4π ഇന്നറിൻ്റെ റേഡിയസ് B². ശരിയല്ലേ? അപ്പോൾ ഔട്ടർ സർഫസ് ഓഫ് ദ സ്ഫിയർ വിൽ ബി ഓക്കെ. ആദ്യം വേണ്ടത് നമുക്ക് ഇന്നർ സർഫസാണ്. ഇന്നർ സർഫസിൻ്റെത് -2Q ഡിവൈഡ് ബൈ 4π B². ഔട്ടർ സർഫസിൻ്റെത് Q ഡിവൈഡഡ് ബൈ 4π C². സോ ദാറ്റ് ഈസ് ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. 2 infinitely long charged plane have uniform surface charge density plus sigma and minus sigma placed in xy plane and YZ plane respectively shown in figure. Then the nature of electric field lines in XZ plane will be. Okay, XZ plane എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത് X, ഇത് Z. അപ്പോൾ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ നേച്ചറാണ് ചോദിച്ചത്. നമുക്കിതാ ഇത് നെഗറ്റീവാണ്, അപ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഇൻവേർഡ് ആയിരിക്കും, ഇവിടെ എങ്ങനെ ആയിരിക്കും. ഇത് പോസിറ്റീവാണ്, അപ്പോൾ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഈ ഭാഗത്ത് റേഡിയലി ഔട്ട്വേർഡ്, അവിടെ റേഡിയലി ഔട്ട്വേർഡ്, ഇവിടെ താഴോട്ടേക്ക് റേഡിയലി ഔട്ട്വേർഡ്, ഇവിടെ റേഡിയലി ഔട്ട്വേർഡ്, ഇവിടെ റേഡിയലി ഔട്ട്വേർഡ്. ഓക്കെ, ഇങ്ങനെ പറയാം. ഇവിടെ റേഡിയലി ഔട്ട്വേർഡ് ഇങ്ങനെ ഉണ്ടാവും, ഇവിടെ താഴോട്ടേക്ക് റേഡിയലി ഔട്ട്വേർഡ് ഇങ്ങനെ ഉണ്ടാവും, ഇവിടെ റേഡിയലി ഇൻവേർഡ് ഇങ്ങനെ ഉണ്ടാവും, ഇവിടെ റേഡിയലി ഇൻവേർഡ്, ഈ ഷീറ്റിൻ്റെ ഇപ്പുറ സൈഡിൽ റേഡിയലി ഇൻവേർഡ്. എപ്പോഴും ഷീറ്റിൻ്റെ ഉള്ളിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് വരിക, പോസിറ്റീവിന് ഷീറ്റിൻ്റെ പുറത്തേക്ക്. ഇവിടെ പോസിറ്റീവ് റേഡിയലി ഔട്ട്വേർഡ്, ഇവിടെ റേഡിയലി ഔട്ട്വേർഡ്, ഇവിടെ റേഡിയലി ഇൻവേർഡ്, ഇവിടെ റേഡിയലി ഇൻവേർഡ്. ഇനി ഇതല്ലാത്ത ഈ ഭാഗങ്ങളിൽ എങ്ങനെയാണ് നോക്കുക? ഓക്കെ, അവിടെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. താഴെയുള്ള പോസിറ്റീവ് ചാർജിൻ്റെ ഈ പോസിറ്റീവ് പ്ലെയിനിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് റേഡിയലി ഔട്ട്വേർഡ് ഇങ്ങനെ ഉണ്ടാവും. ഈ നെഗറ്റീവിൻ്റെത് റേഡിയലി ഇൻവേർഡ് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ ഫീൽഡ് ഇങ്ങനെ വരും. ഓക്കെ, റിസൾട്ടൻ ഫീൽഡ് ഇങ്ങനെ വരും. ഇനി ഈ ഭാഗത്ത് നോക്കൂ, ഇവിടെ റേഡിയലി ഔട്ട്വേർഡ്, ഇവിടെ റേഡിയലി ഇൻവേർഡ്, ഇവിടെ റേഡിയലി ഔട്ട്വേർഡ്, ഇവിടെ റേഡിയലി ഇൻവേർഡ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ ഫീൽഡ് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങോട്ടേക്ക് ഉണ്ടാവും, ഇവിടെ ഇങ്ങോട്ടേക്ക് ഉണ്ടാവും. ശരിയല്ലേ? ഇനി താഴെ ഇങ്ങനെ നോക്കാം, ഇവിടെ റേഡിയലി ഇൻവേർഡ്, ഇവിടെ റേഡിയലി ഔട്ട്വേർഡ്, അവിടെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ. ഇനി ഇവിടെ നോക്കൂ, ഇതിൻ്റെത് റേഡിയലി ഔട്ട്വേർഡ്, ഇവിടെ റേഡിയലി ഇൻവേർഡ്, അപ്പോൾ ഇവിടെ ഇങ്ങോട്ടേക്ക് ഉണ്ടാവും. ഇങ്ങനൊരു ഡയറക്ഷൻ ഉണ്ടാവുക, ഇവിടെ ഇങ്ങോട്ടേക്ക്, ഇവിടെ ഇങ്ങോട്ടേക്ക്, ഇവിടെ ഇങ്ങോട്ടേക്ക്, ഇവിടെ ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഏതാ ആൻസർ വരുന്ന ഓപ്ഷൻ നോക്കൂ? ഏതാ വരുന്ന ഓപ്ഷൻ നോക്കൂ? ഇങ്ങോട്ടേക്ക്, ഇങ്ങോട്ടേക്ക്. യെസ്, ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 12 ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കിയാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 13. The figure shown in below shows 3 situations involving the charged particle and uniformly charged spherical shell. The charges and radii of the shell are indicating. Okay, F1 and F2, F3 are the magnitude of force on the particle due to the presence of the shell in situation 1, 2 and 3. Then ഫോഴ്സിൻ്റെ ഓർഡർ എങ്ങനെയാണെന്നാണ് ചോദിച്ചത്. ഒന്നാമത്തെ സിറ്റുവേഷനിൽ ഷെല്ലിൽ ചാർജ് 5Q ആണ്, പക്ഷേ ഷെല്ലിൻ്റെ അകത്താണ് 6Q വെച്ച് കഴിഞ്ഞാൽ ഷെല്ലിൻ്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഇലക്ട്രിക് ഫീൽഡ് 0 ആയ സ്ഥലത്താണ് 6Q ചാർജ് വെച്ചത്, അപ്പോൾ അവിടെ ഫോഴ്സ് ഇല്ല. ഫസ്റ്റ് സിറ്റുവേഷനിൽ ഫോഴ്സ് 0 ആണ്. സെക്കൻഡ് സിറ്റുവേഷനിൽ നോക്കൂ, ഷെല്ലിൻ്റെ പുറത്താണ് എന്ത് വെച്ചത്? 2Q ചാർജ് വെച്ചത്. പിന്നെ ഇവിടെ ഒരു -Q ഉണ്ട്. ഈ -Q ഷെല്ലിൻ്റെ പുറത്താണ് ഉണ്ടാവുക, പക്ഷേ ഫോഴ്സ് ബിറ്റ്വീൻ എ സ്പെറിക്കൽ ഷെല്ല് ആൻഡ് എ പോയിന്റ് ചാർജ് നോക്കുമ്പോൾ ഈ സ്പെറിക്കൽ ഷെല്ലിൻ്റെ ടോട്ടൽ ചാർജ് അതിൻ്റെ സെൻറ്ററിൽ ഉള്ളതായിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പോൾ ഒരു 4Q ഉള്ളതായിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ സെക്കൻഡ് സിറ്റുവേഷനിലെ ഫോഴ്സ് F2 ഈസ് ഈക്വൽ ടു K. അത് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്, ഒന്ന് പ്ലസ് ഒന്ന് മൈനസും ആയതുകൊണ്ട്. എനിവേ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് വരിക Q1 Q2 2Q into
4q, that is 8q divided by d square. ഇനി F3 നോക്കാം. F3യിലും പോയിന്റ് ചാർജ് പുറത്താണുള്ളത്. പോയിന്റ് ചാർജ് -q ആണ്. സ്ഫിയറിൻ്റെ ചാർജ് 8q ആണ്. അപ്പോൾ അത് സെൻറ്ററിൽ വെച്ച് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്. അപ്പോൾ F is equal to, അവിടെയും അട്രാക്റ്റീവ് ഫോഴ്സ് തന്നെയാണ്. F3 is equal to k into q1 q2 q into 8q, that is 8q divided by distance between these two charges d square. അപ്പോൾ നോക്കൂ, ഈ രണ്ട് ഫോഴ്സും ഈക്വൽ ആണ്. F2 F3 ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആണ് ആൻഡ് ബോത്ത് അട്രാക്റ്റീവ് ഫോഴ്സ്. അപ്പോൾ F2ഉം F3യും ഈക്വൽ ആണ്. ഇതല്ലേ 1 എന്ന് പറയുന്നത്? 2ഉം 3യും ഈക്വൽ ആണ്. യെസ്, 2ഉം 3യും ഈക്വൽ ആണ്. ഇനി F1 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ അത് F1 എന്ന് പറയുന്നത് 0 ആണ്. പക്ഷേ ഇവിടെ രണ്ട് സ്ഥലത്തും ഫോഴ്സ് ഉണ്ട്, അത് ഈക്വൽ ആണ് താനും. അപ്പോൾ ഇവിടെ 0, ഇവിടെ നോൺ സീറോ ഫോഴ്സ്. അപ്പോൾ നോൺ സീറോ ഫോഴ്സ് ആണ് 0നേക്കാൾ വലുതല്ലേ. അപ്പോൾ ഓപ്ഷൻ 3 is the right answer. ക്ലിയർ അല്ലേ? ക്വസ്റ്റൻ നമ്പർ 14. The value of electric potential at a point due to an electric dipole, k into p cos theta divided by r square ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? p cos theta, k into p cos theta divided by r square. മുകളിൽ ഒരു r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, താഴെ ഒരു r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വെക്ടർ ഫോമിൽ എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ p cos theta എന്ത് വരും? p into r cos theta എന്ന് വരും. p into r എന്ന് പറഞ്ഞാൽ രണ്ട് വെക്ടർ into cos of angle between these two വെക്ടർ എന്ന് പറഞ്ഞാൽ p dot r divided by താഴെ r ക്യൂബ് വരും. അപ്പോൾ ഡോട്ട് വരും, ഡിനോമിനേറ്ററിൽ ക്യൂബ് വരും. ദാറ്റ് ഇസ് ഓപ്ഷൻ 4 is the right answer. 15. Two charges of radius a and b are joined by a wire to sphere of radius a and b charged and joined by a wire. The ratio of electric field due to the sphere a and b. ഇത് നമ്മൾ ഷോർട്ട് കട്ട് ആയിട്ട് നേരിട്ട് പഠിച്ചതാണ്. രണ്ട് സ്ഫിയർ എയും ബിയും ഇത് തമ്മിൽ കണക്ട് ചെയ്താൽ ചാർജ് ഫ്ലോ നടക്കും. പൊട്ടൻഷ്യൽ സെയിം ആവുന്നവരെ ചാർജ് ഫ്ലോ നടക്കും. അങ്ങനെ പൊട്ടൻഷ്യൽ സെയിം ആയി രണ്ടും ഒരേ പൊട്ടൻഷ്യൽ ആയി കഴിഞ്ഞാൽ ഒരു ത്രെഡ് വെച്ച് കണക്ട് ചെയ്ത് രണ്ടും ഒരേ പൊട്ടൻഷ്യൽ ആവുകയാണ് ചെയ്യുക. രണ്ടും ഒരേ പൊട്ടൻഷ്യൽ ആയതിനു ശേഷം അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ നേരെ തിരിഞ്ഞു വരും. ദാറ്റ് ഇസ് ബി ഡിവൈഡഡ് ബൈ എ എന്ന് വരും. E1 by E2 is equal to B divided by A എന്ന് വരും. ദാറ്റ് ഇസ് ക്വസ്റ്റൻ നമ്പർ 15. ഓപ്ഷൻ 2 is the right answer. ക്ലിയർ അല്ലേ? അടുത്തത്, two metal spheres of radius r1 and r2 are charged same potential. Then the ratio of their ചാർജിൻ്റെ റേഷ്യോ ചോദിച്ചു. ഇതും നമ്മൾ പഠിച്ചാണ്. രണ്ട് മെറ്റാലിക് സ്ഫിയർ ഓഫ് റേഡിയസ് r1 ആൻഡ് r2 ഇത് തമ്മിൽ കണക്ട് ചെയ്താൽ പൊട്ടൻഷ്യൽ സെയിം ആവുന്നവരെ ചാർജ് ഫ്ലോ ചെയ്യും. പൊട്ടൻഷ്യൽ സെയിം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിലുള്ള ചാർജിൻ്റെ റേഷ്യോ വരിക. നമുക്ക് ഇക്വേറ്റ് ചെയ്താൽ വേഗം എഴുതാൻ പറ്റും. പക്ഷെ നമ്മൾ ഡയറക്റ്റ് പഠിച്ചാണ്. എഴുതണോ? എഴുതേണ്ട ആവശ്യമുണ്ടോ? രണ്ടിൻ്റെയും പൊട്ടൻഷ്യൽ സെയിം ആയി കഴിഞ്ഞാൽ k q1 ഡിവൈഡഡ് ബൈ ആദ്യത്തിൻ്റെ റേഡിയസ് r1 വരും. രണ്ടാമത്തത് k q2 ഡിവൈഡഡ് ബൈ രണ്ടാമത്തിൻ്റെ റേഡിയസ് r2 വരും. കെയും ക്യാൻസൽ ആവും. അപ്പോൾ q1 ബൈ q2 is equal to r1 by r2 എന്ന് വരും. q2 ഇങ്ങോട്ടേക്ക് വരും, r1 അങ്ങോട്ടേക്ക് പോകും. q1 by q2 is equal to r1 by r2. So r1 is to r2. That is question number 16. Option 2 is the right answer. Two conducting spheres are separately charged and then brought in contact. Then നോക്കൂ, രണ്ട് സ്ഫിയർ സെപ്പറേറ്റ് ആയിട്ട് ചാർജ് ചെയ്തു. എന്നിട്ട് അവരെ ബ്രോട്ട് ഇൻ കോൺടാക്ട് എന്ന് പറഞ്ഞാൽ അവരെ അടുപ്പിച്ച് വെച്ചു. അപ്പോൾ ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യപ്പെടും. ഒരെണ്ണത്തിലെ ചാർജ് q1 plus q2 ഡിവൈഡഡ് ബൈ 2 ആണ്. ചാർജ് കൺസേർവ്ഡ് ആണ്. ടോട്ടൽ ചാർജ് ബിഫോർ ആൻഡ് ആഫ്റ്റർ സെയിം ആയിരിക്കും. അപ്പോൾ എന്താ വരിക? The total charge of the body is conserved. That is option 2 is the right answer. Question number 18. A conducting sphere of radius 10 cm charged up to 10 microcoulomb. Another sphere of radius 20 cm is allowed to touch at the same time. After that, if the spheres are separated, then the surface charge densities of the spheres will be in the ratio of. അതായത് നമുക്ക് സിഗ്മ 1 ബൈ സിഗ്മ 2 ആണ് വേണ്ടത്. നമ്മൾ ഡയറക്റ്റ് പഠിച്ചതാണ്. സിഗ്മ 1 ബൈ സിഗ്മ 2 is equal to r2 ഡിവൈഡഡ് ബൈ r1 the whole square. അപ്പോൾ സിഗ്മ 1 ബൈ ഇതിൻ്റെ നമ്മൾ ഷോർട്ട് കട്ട് ഇക്വേഷൻ പഠിച്ചതാണ്, ഓർക്കുന്നില്ലേ? ഡിറൈവ് ചെയ്യണ്ടല്ലോ. സിഗ്മ 1 ബൈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. നമ്മുടെ ക്ലാസ്സിൻ്റെ സ്ലൈഡ്സിലൊക്കെ ഉണ്ട് അതിൻ്റെ ഇക്വേഷൻസ് കേട്ടോ. സിഗ്മ 1 ബൈ സിഗ്മ 2 is equal to r2 ബൈ r1 the whole square. r2 എത്ര? 20 divided by 10 the whole square. 0 0 cancel ചെയ്യും. അപ്പോൾ 4:1. 4:1 is the next question. The ratio of momentum എന്നാണ് of electron and alpha particle which are accelerated
ഫ്രം റെസ്റ്റ് ബൈ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 100 വോൾട്ട്. അപ്പോൾ നോക്കൂ, 100 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ ആക്സിലറേറ്റ് ചെയ്ത ഇലക്ട്രോണിൻ്റെ ആൽഫ പാർട്ടിക്കലിൻ്റെ മൊമെൻറ്റാ ചോദിച്ചത്. മൊമെൻറ്റം ഇൻ ടേംസ് ഓഫ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 2m/kE. ഇവിടെ കൈനറ്റിക് എനർജി 100 വോൾട്ടിൽ ആക്സിലറേറ്റ് ചെയ്യുന്ന ചാർജിൻ്റെ കൈനറ്റിക് എനർജി QV ആയിരിക്കും. Q എന്ന് പറഞ്ഞാൽ ചാർജ്, V എന്ന് പറഞ്ഞാൽ ആക്സിലറേറ്റിംഗ് വോൾട്ടേജ്. രണ്ടുപേരെ ഒരേ വോൾട്ടേജിലാണ് ആക്സിലറേറ്റ് ചെയ്തത്. അപ്പം ആൽഫയുടെ മൊമെൻറ്റം, ആൽഫ പാർട്ടിക്കിൾ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ അല്ലേ ആദ്യം പറയുന്നത്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റം ഡിവൈഡഡ് ബൈ ആൽഫയുടെ മൊമെൻറ്റം ഈസ് ഈക്വൽ റൂട്ട് ഓഫ് 2 ഇൻറ്റു മാസ് ഓഫ് ഇലക്ട്രോൺ. കൈനറ്റിക് എനർജി നമുക്ക് ചാർജ് ഓഫ് ഇലക്ട്രോൺ ഇൻറ്റു V ഡിവൈഡഡ് ബൈ ആൽഫയുടേത് 2 ഇൻറ്റു ME അല്ല, മാസ് ഓഫ് ആൽഫ എന്ന് പറയുന്നത് 4 ടൈംസ്. ഓക്കെ, അവിടെ ഡയറക്റ്റ് മാസ് ഓഫ് ആൽഫ എന്ന് കൊടുത്താൽ മതി. ആക്ച്വലി മാസ് ഓഫ് ആൽഫ എന്ന് പറയുന്നത് 4 ടൈംസ് ഓഫ് മാസ് ഓഫ് പ്രോട്ടോൺ ആണ്. ഇൻറ്റു ചാർജ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് 2e ആണ്. ആൽഫ എന്ന് പറഞ്ഞാൽ ഒരു ഹീലിയം ന്യൂക്ലിയാണ്. ഒരു ഹീലിയത്തിൽ 2 പ്രോട്ടോണും 2 ന്യൂട്രോണാണ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല, പിന്നെ 2 പ്രോട്ടോണിൻ്റെ ചാർജ് 2 ടൈംസ് ഓഫ് ചാർജ് ഓഫ് ഇലക്ട്രോൺ വരും. ഇൻറ്റു V എന്ന് വരും. അപ്പോൾ ഈ EVയും കട്ടായി പോവും, ഈ 2ഉം കട്ടായി പോവും. പിന്നെ റേഷ്യോ വരിക റൂട്ട് ഓഫ് ME ഡിവൈഡഡ് ബൈ M ആൽഫ ഒരു ഇൻറ്റു 2 വരും. ME divided by 2m alpha എന്ന് വരും. That is option 4 is the right answer. Question number 19, option 4 is the right answer. Clear അല്ലേ? Next, question number 20. A proton is accelerated through 15,000 volt. Its energy will increased by. Energy എത്ര ഇൻക്രീസ് ചെയ്യുന്നതാണ് ചോദിച്ചത്. അപ്പോൾ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു QV എന്ന് കൊടുക്കുക. അപ്പം ഇനീഷ്യലി റെസ്റ്റിലാണ്, അപ്പോൾ അതിന് എനർജി ഒന്നുമില്ല. പിന്നെ 15,000 വോൾട്ടിൽ ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ എനർജി തന്നെയാണ് അതിൻ്റെ ചേഞ്ച് ഇൻ എനർജി, ഇൻക്രീസ് ഇൻ എനർജി. ദാറ്റ് ഈസ് ഈക്വൽ ടു Q. നമുക്ക് ചാർജ് പ്രോട്ടോൺ അല്ലേ, 1.6 ഇൻറ്റു 10⁻⁻19 ഇൻറ്റു 50 ഇൻറ്റു 10⁻3 5 ഇൻറ്റു 10⁻3 എഴുതാം, 5 ഇൻറ്റു 10⁻4 എഴുതാം. 19ഉം 4ഉം കട്ട് ചെയ്താൽ ഇവിടെ -15 വരും. 1.6 ഇൻറ്റു 5 ചെയ്താൽ നമുക്ക് 8 കിട്ടും. 8 ഇൻറ്റു 10⁻15. ദാറ്റ് ഈസ് ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? Question number 20, option 2 is the right answer. Next, 21. A capacitor is charged by using a battery which is then disconnected, and a dielectric slab is then slipped between the plates. Which result is? Okay. അപ്പോൾ നോക്കൂ, capacitor is charged by using a battery then disconnected. ബാറ്ററി ഡിസ്കണക്ട് ചെയ്തു, എന്നിട്ടാണ് ഡയലക്ട്രിക് സ്ലാബ് കൊണ്ടുപോയി വെച്ച് ബാറ്ററി ഡിസ്കണക്ട് ചെയ്തു. ബാറ്ററി ഡിസ്കണക്ട് ചെയ്താൽ ചാർജ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, കാരണം ഫർദർ ചാർജിങ് നടക്കില്ല, വോൾട്ടേജ് മാറും. ഓക്കെ, ചാർജ് റിമൈൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ താഴെ കൊടുത്ത് ഓപ്ഷൻ ഏതാ ശരി എന്നാണ് ചോദിച്ചത്. റിഡക്ഷൻ ഓഫ് എ ചാർജ് ഓൺ ദ പ്ലേറ്റ് ആൻഡ് ഇൻക്രീസ് ദ പൊട്ടൻഷ്യൽ. ചാർജ് കുറയില്ല, ചാർജ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് റിഡക്ഷൻ ദ സ്റ്റോർഡ് എനർജി ബട്ട് നോ ചേഞ്ച് ഇൻ ചാർജ്. നോക്കൂ, അവിടെ ചാർജ് കോൺസ്റ്റൻ്റ് ആണ്, കപ്പാസിറ്റൻസ് മാറും. കപ്പാസിറ്റൻസ് ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് വെച്ചാൽ K ടൈംസ് ഓഫ് C ആവും. അപ്പോൾ ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് Q ഡിവൈഡഡ് ബൈ C ആണ്. ഇപ്പോഴത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് Q റിമൈൻ സെയിം തന്നെ, C എന്താവും? K ടൈംസ് ഓഫ് C ആവും. അപ്പോൾ പുതിയ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പഴയത് ബൈ K ആവും. അപ്പോൾ പൊട്ടൻഷ്യൽ കുറയുക ചെയ്യുക. ഇൻക്രീസ് ദ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു, അപ്പോൾ അത് തെറ്റാണ്. ഡിക്രീസ് ദ പൊട്ടൻഷ്യൽ ശരിയാണ്. അക്രോസ് ദ പ്ലേറ്റ്. റിഡക്ഷൻ ഇൻ സ്റ്റോർഡ് എനർജി. കപ്പാസിറ്റൻസ് കൂടും, അപ്പം ചാർജ് കോൺസ്റ്റൻ്റ് ആണ്. എനർജിക്ക് നമുക്ക് എന്ത് ഇക്വേഷൻ കൊടുക്കാം? Q²/2C എന്ന് കൊടുക്കാം. കപ്പാസിറ്റൻസ് കൂടും, ചാർജ് കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ എനർജി സ്റ്റോർഡ് കുറയും. അപ്പോൾ എനർജി സ്റ്റോർഡ് കുറയും, റിഡക്ഷൻ ഇൻ എനർജി സ്റ്റോർഡ് ശരിയാണ്, ബട്ട് നോ ചേഞ്ച് ഇൻ ചാർജ് ഓൺ ദ പ്ലേറ്റ്. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ ബാറ്ററി റിമൈൻസ് കണക്റ്റഡ് ആണെങ്കിൽ അവിടെ ചാർജ് ഇൻക്രീസ് ആവുകയും വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുകയും ചെയ്യും. ഓക്കെ, ആ രണ്ട് കേസാണ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 22. The capacity of a parallel plate capacitor is 5 microfarad. When the plate is placed in between plates of the condenser, the potential becomes 1/8 of the original value. Then the dielectric constant will be. Capacity of a parallel plate capacitor is 5.
വെൻ എ ഗ്ലാസ് പ്ലേറ്റ് ഈസ് ഓക്കെ, അപ്പോൾ ഇതൊരു കപ്പാസിറ്റർ, അതിൻ്റെ ഇടയ്ക്ക് ഗ്ലാസ് പ്ലേറ്റ് കൊണ്ടുപോയി വെച്ചു. ഓക്കെ, and its potential becomes 1/8 of the original value, then what is the dielectric constant? Parallel plate capacitor. Okay, അപ്പോൾ ഇത് ബാറ്ററി റിമൂവ്ഡ് ആണ്, കാരണം ബാറ്ററി റിമൈൻസ് കണക്റ്റഡ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കും. അപ്പോൾ ബാറ്ററി റിമൂവ്ഡ് ആണ്. ബാറ്ററി റിമൂവ്ഡ് ആകുമ്പോൾ ചാർജ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, പൊട്ടൻഷ്യൽ മാറും. പൊട്ടൻഷ്യൽ എത്ര മാറും എന്നുള്ളത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. പൊട്ടൻഷ്യൽ എത്ര മാറുക? ഇനീഷ്യൽ ബൈ കെ ആവുക ചെയ്യാം. അപ്പം ഇനീഷ്യൽ പൊട്ടൻഷ്യൽ വി ആണ്, ഫൈനൽ പൊട്ടൻഷ്യൽ 1/8 ഓഫ് ഒറിജിനൽ ആണ്, V/8 ആണ്. സോ ഫൈനൽ പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ ഡിവൈഡ് ബൈ കെ. ഫൈനൽ പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു V/8, ദാറ്റ് ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ ഡിവൈഡ് ബൈ കെ. അപ്പോൾ വി കട്ട് ചെയ്താൽ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് കെ ഇസ് ഈക്വൽ ടു 8 കിട്ടും. സോ ദാറ്റ് ഇസ് ഓപ്ഷൻ 3 ഇസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റൻ നമ്പർ 22, ഓപ്ഷൻ 3 ഇസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റൻ നമ്പർ 22 answer option 3 is the right answer. Question number 23. A variable condenser is permanently connected to 100 volt. The capacity changes from 2 microfarad to 10 microfarad. The change in energy stored. അപ്പോൾ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എനർജിക്ക് എന്ത് കൊടുക്കാം? ഹാഫ് സി വി സ്ക്വയർ എന്ന് കൊടുക്കാം. അപ്പോൾ അതിൽ ഇനീഷ്യൽ എനർജി, ചേഞ്ച് ഇൻ എനർജി, അപ്പോൾ ഫൈനൽ മൈനസ് ഇനീഷ്യൽ, U2 മൈനസ് U1. U2 എന്ത് വരും? ഹാഫ് C1 വി സ്ക്വയർ മൈനസ് ഹാഫ് C2 വി സ്ക്വയർ. വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്. സോ ഹാഫ് സീനെ പുറത്തേക്ക് വെച്ചാൽ, ഹാഫ് സി വി സ്ക്വയറിനെ പുറത്തേക്ക് വെച്ചാൽ C1 മൈനസ് C2. ഇതാണ് ചേഞ്ച് ഇൻ എനർജി വരിക. സോ ചേഞ്ച് ഇൻ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് വി സ്ക്വയർ 10⁻⁴ വരും ഇൻറ്റു C1 മൈനസ് C2. 10 മൈനസ് 2 ദാറ്റ് ഈസ് 8 മൈക്രോഫാരഡ്. 8 ഇൻറ്റു 10⁻⁻⁶. -6ഉം 4ഉം കട്ട് ചെയ്തോടെ 2 വരും. 2ഉം 8ഉം കട്ട് ചെയ്താൽ 4 ഇൻറ്റു 10⁻². സോ ദാറ്റ് ഈസ് ഓപ്ഷൻ 4 is the right answer. Question number 23, option 4. Question number 24. A condenser of capacity 50 microfarad is charged to 10 volt. The energy is equal to, energy നമുക്ക് എന്ത് കൊടുക്കാം? ഹാഫ് സി വി സ്ക്വയർ. സി എത്ര? 50 മൈക്രോഫാരഡ്. 50 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു വി സ്ക്വയർ. വി 10 ആണ്. 10 സ്ക്വയർ ഇസ്, അപ്പോൾ ഇവിടെ 10⁻²ഉം 10⁻⁻6ഉം കട്ട് ചെയ്താൽ -4 വരും. ഇത് കട്ട് ചെയ്താൽ 25 into 10⁻⁻⁴. That is 2.5 into 25 into 10⁻⁻⁴. 2.5 to 10⁻⁻3. ഓപ്ഷൻസിൽ 2.5 ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. സോ ദാറ്റ് ഇസ് ക്വസ്റ്റൻ നമ്പർ 24, ഓപ്ഷൻ 1 is the right answer. 25. On increasing the plate separation of a charged conductor, then the energy becomes. പ്ലേറ്റ് സെപ്പറേഷൻ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അവിടെ ബാറ്ററി റിമൈൻസ് കണക്റ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് പറയണം. ആക്ച്വലി ഓൺ ഇൻക്രീസിങ് പ്ലേറ്റ് സെപ്പറേഷൻ ദ ചാർജ് ഇൻ ദ കണ്ടക്ടർ ഇസ് ഓക്കെ. അപ്പോൾ ബാറ്ററി റിമൈൻസ് കണക്റ്റഡ് ആയിരിക്കും, കാരണം ഓൾറെഡി ചാർജ് ഉള്ള ഒരു കപ്പാസിറ്റർ ആണ്. അപ്പോൾ ചാർജുള്ള കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ അത് കണക്റ്റഡ് ആണ്. അപ്പോൾ ബാറ്ററി റിമൈൻസ് കണക്റ്റഡ് ആണ് എന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ ബാറ്ററി കണക്റ്റഡ് ആക്കിക്കൊണ്ട് പ്ലേറ്റ് സെപ്പറേഷൻ കൂട്ടിയാൽ, വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്, പ്ലേറ്റ് സെപ്പറേഷൻ കൂട്ടിയാൽ ഹാഫ് സി വി സ്ക്വയർ. അപ്പം C is equal to A epsilon 0/d. പ്ലേറ്റ് സെപ്പറേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് കുറയും. കപ്പാസിറ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ എനർജി ഡിക്രീസസ്. ഓപ്ഷൻ 2 is the right answer. Next question. On increasing the plate separation, a charged condenser, then energy will be. സോ ഇവിടെ 2 പോസിബിലിറ്റി ഉണ്ട് ആക്ച്വലി. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ശരിക്കും ആക്ച്വലി ഒരു കാര്യം കൂടെ അതിൽ മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു കപ്പാസിറ്റർ ബാറ്ററി റിമൈൻസ് കണക്റ്റഡ് ആണെങ്കിൽ, എന്നിട്ടാണ് ഓൺ ഇൻക്രീസിങ് ദ പ്ലേറ്റ് സെപ്പറേഷൻ, എന്നിട്ടാണ് പ്ലേറ്റ് സെപ്പറേഷൻ കൂട്ടുന്നതെങ്കിൽ, ബാറ്ററി റിമൈൻസ് കണക്റ്റഡ് ആണെങ്കിൽ, പ്ലേറ്റ് സെപ്പറേഷൻ കൂട്ടിയാൽ C is equal to A epsilon 0/d. പ്ലേറ്റ് സെപ്പറേഷൻസ് കൂട്ടിക്കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് കുറയും. ബാറ്ററി റിമൈൻസ് കണക്റ്റഡ് ആണെങ്കിൽ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എനർജി സ്റ്റോർഡിന് നമ്മൾ ഹാഫ് സി വി സ്ക്വയർ യൂസ് ചെയ്യാം. അപ്പോൾ കപ്പാസിറ്റൻസ് കുറയുമ്പോൾ എനർജി സ്റ്റോർഡ് കുറയും. ഇനി ബാറ്ററി ഡിസ്കണക്റ്റഡ് ആണ്, ബാറ്ററി ഡിസ്കണക്ട് ചെയ്തിട്ടാണ് പ്ലേറ്റ് സെപ്പറേഷൻ കൂട്ടുന്നതെങ്കിൽ, ബാറ്ററി ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ, ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത് പ്ലേറ്റ് സെപ്പറേഷൻ കൂട്ടുകയാണ്. ബാറ്ററി ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ ഫർദർ ചാർജ് അതിൽ കൂടെയില്ല കുറയില്ല, അപ്പോൾ ചാർജ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ചാർജ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമ്മൾ ഹാഫ് Q²/C ആണ് ഇക്വേഷൻ എടുക്കുക. അപ്പോൾ അതിൽ എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കപ്പാസിറ്റൻസ് ആണ്. അപ്പോൾ കപ്പാസിറ്റൻസ് കുറയുമ്പോൾ എനർജി കൂടുകയാണ് ചെയ്യാം. അപ്പോൾ ബാറ്ററി കണക്റ്റഡ് ആണോ ഡിസ്കണക്റ്റഡ് ആണോ എന്ന് മെൻഷൻ ചെയ്യണം, എങ്കിലേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. എനിവേ ഇതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കാം.
പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ. അപ്പോൾ ബാറ്ററി റിമൈൻസ് കണക്റ്റഡ് ആണെങ്കിൽ ചാർജ് പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആവും, വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ എനർജി ഹാഫ് CV² ആണ് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ. അപ്പോൾ സി കുറയുമ്പോൾ പ്ലേറ്റ് സെപ്പറേഷൻ കൂട്ടുമ്പോൾ സി കുറയും എനർജി കുറയും. ബാറ്ററി റിമൈൻസ് കണക്റ്റഡ് ആണെങ്കിൽ ബാറ്ററി ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ ഫർദർ അത് ചാർജിങ് സംഭവിക്കില്ല. അപ്പോൾ അതിലുള്ള ചാർജ് അവിടെ തന്നെ നിൽക്കും. അപ്പോൾ ചാർജ് കോൺസ്റ്റന്റ് ആയിരിക്കും, വോൾട്ടേജിൽ മാറ്റം വരും. അപ്പോൾ ചാർജ് കോൺസ്റ്റന്റ് ആകുമ്പോൾ ഹാഫ് Q² C ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ സി കുറയുമ്പോൾ എനർജി കൂടുക ചെയ്യുക. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഞാൻ മാർക്ക് ചെയ്യുന്നില്ല, കൺസെപ്റ്റ് മനസ്സിലാക്കി നോക്കുക കേട്ടോ. 26th one. A parallel plate condenser has a capacitance 50 microfarad in air, 110 microfarad when immersed in oil. Then K is. നമ്മൾ പഠിച്ചിട്ടുണ്ട് C dash is equal to K times of C. അപ്പോൾ C dash divided by C is equal to K. ഡയലക്ട്രിക് മീഡിയം, അതായത് ഒരു ഡയലക്ട്രിക് മീഡിയം ഇമ്മേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ, പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് K ടൈംസ് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് K is equal to capacitance with dielectric, that is 110, divided by capacitance without dielectric, that is 50, that is equal to K. 0 cancel ചെയ്യും. 11 divided by 5 നമുക്ക് 2.2 something വരും. That is question number 26, option 4 is the right answer. 27 ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. ഒരു ഡയലക്ട്രിക് മീഡിയം ഫുൾഫിൽ ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ, T തിക്നെസ് ഉള്ള ഡയലക്ട്രിക് മീഡിയം വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് ഈക്വൽ ടു A epsilon 0 divided by D minus T into 1 minus 1 by K. അവിടെ നോക്കൂ, ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, പാരലൽ പ്ലേറ്റ് D, plate area is A, when a slab of dielectric constant K and thickness is T, which is much less than that of D, is introduced in the plate of the capacitor. നമ്മൾ ഡയറക്റ്റ് പഠിക്കുന്ന ഇക്വേഷൻ ആണ്. സോ ഓപ്ഷൻ 3 is the right answer. As shown in figure, a very thin sheet of aluminum is placed in between the plates of the condenser. Then the capacity will be. നോക്കൂ, ഈ അലൂമിനിയം പ്ലേറ്റ്, അലൂമിനിയം ഒരു മെറ്റലാണ്. മെറ്റൽ പ്ലേറ്റ് ഈ കപ്പാസിറ്ററിൻ്റെ ഇടയിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രിക് ഫീൽഡിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇലക്ട്രിക് ഫീൽഡ് റിമൈൻ അൺചേഞ്ച്ഡ് ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് റിമൈൻ അൺചേഞ്ച്ഡ് ആണെങ്കിൽ പൊട്ടൻഷ്യലും റിമൈൻ അൺചേഞ്ച്ഡ് ആയിരിക്കും. അപ്പോൾ കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു Q/V ആണ്. ചാർജിൽ മാറ്റം ഉണ്ടാവില്ല, പൊട്ടൻഷ്യലിലും മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ ഒരു മെറ്റൽ പ്ലേറ്റ് പ്ലേസ് ചെയ്തെന്ന് കരുതി കപ്പാസിറ്റൻസ് മാറില്ല, കപ്പാസിറ്റൻസ് റിമൈൻസ് അൺചേഞ്ച്ഡ്. ദാറ്റ് ഇസ് ഓപ്ഷൻ 3 is the right answer. Next, a parallel plate capacitor is charged and the charging battery is disconnected if the plates of the capacitor are moved further apart by means an insulating handle. Then, okay, അപ്പോൾ ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്തിട്ട് ബാറ്ററി ഡിസ്കണക്ട് ചെയ്താൽ പിന്നെ എനിവേ ചാർജ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ബാറ്ററിയിൽ നിന്നും ഡിസ്കണക്റ്റഡ് ആയാൽ പിന്നെ ചാർജ് അതിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ഐഡിയൽ കേസിൽ ചാർജ് മാറില്ല. അപ്പോൾ പ്ലേറ്റ് സെപ്പറേഷൻ പിന്നെ കൂട്ടി, ഒരു ഇൻസുലേറ്റിംഗ് ഹാൻഡിൽ ഉപയോഗിച്ച് പ്ലേറ്റ് സെപ്പറേഷൻ കൂട്ടി. അപ്പോൾ പ്ലേറ്റ് സെപ്പറേഷൻ കൂട്ടുമ്പോൾ പ്ലേറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് D കൂടുമ്പോൾ കപ്പാസിറ്റൻസ് ഇസ് ഈക്വൽ ടു A epsilon 0 by D. കപ്പാസിറ്റൻസ് പ്ലേറ്റ് സെപ്പറേഷൻ കൂടുമ്പോൾ കപ്പാസിറ്റൻസ് കുറയും. ഓക്കെ, V is equal to Q, C is equal to Q/V ആണ്. ഓക്കെ, അപ്പോൾ V is equal to Q/C ആണ്. ഈ Q കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ കപ്പാസിറ്റൻസ് കുറയുന്നതിനനുസരിച്ച് വോൾട്ടേജ് കൂടി വരും. സോ നമ്മോട് ചോദിച്ചത് 4 ഓപ്ഷനിൽ ചാർജ് ഓൺ ദ കപ്പാസിറ്റർ ഇൻക്രീസസ്, തെറ്റാണ്. വോൾട്ടേജ് അക്രോസ് ദ പ്ലേറ്റ് ഡിക്രീസസ്, തെറ്റാണ്. ദ കപ്പാസിറ്റൻസ് ഇൻക്രീസസ്, തെറ്റാണ്. ദ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ ഇൻക്രീസസ്. അപ്പോൾ ചാർജ് കോൺസ്റ്റന്റ് ആകുമ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ ഹാഫ് CV². V കൂടുന്ന സമയത്ത് എനർജി കൂടും. സോ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ ഇൻക്രീസസ്. ദാറ്റ് ഇസ് ഓപ്ഷൻ 4 is the right answer. 30. A metallic sphere of radius 1 cm and 2 cm. Two metallic spheres of radius 1 cm and 2 cm is given. Charge 10⁻² coulomb, 5 × 10⁻² coulomb respectively. They are connected and the final charge in the smaller spheres. അപ്പോൾ ഫൈനൽ ചാർജ് കണ്ടുപിടിക്കാൻ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഇസ് Q1 dash is equal to total charge into R1 divided by R1 plus R2. ഏത് സ്ഫിയറിലെ ചാർജ് ആണോ കണ്ടുപിടിക്കേണ്ടത് ആ സ്ഫിയറിൻ്റെ റേഡിയസ് ഡിവൈഡഡ് ബൈ 2 റേഡിയസിൻ്റെയും സമ്മ്. ഇവിടെ Q എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ്. അപ്പോൾ Q1 dash is equal to സ്മോളർ സ്ഫിയറിൻ്റെ ചാർജ് അല്ലേ വേണ്ടത്. ടോട്ടൽ ചാർജ് എന്ന് പറയുമ്പോൾ 10⁻² എന്ന് പറഞ്ഞാൽ 1 × 10⁻² ആണ്. 5 × 10⁻². അപ്പോൾ ടോട്ടൽ രണ്ടും ആഡ് ചെയ്താൽ 6 × 10⁻² ഇൻറ്റു ചെറുതിൻ്റെ റേഡിയസ് 1 ഡിവൈഡഡ് ബൈ ടോട്ടൽ റേഡിയസ് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ കട്ടായി പോകും. ഇതിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ Q1 dash is equal to 2 × 10⁻². ദാറ്റ് ഇസ് ഓപ്ഷൻ 4 is the right answer. Question number 30, option 4. 31.
capacitor of capacitance C1 and C2, their respective potential V1 and V2, if they are connected with the thin wire, loss in energy. Loss of energy നമ്മൾ ഡയറക്റ്റ് പഠിച്ച ഇക്വേഷൻ ആണ്. ഡയറക്റ്റ് നമ്മൾ ലോസ് ഓഫ് എനർജി ഡെൽറ്റയുടെ ഇക്വേഷൻ പഠിച്ചിരുന്നു, ഓർക്കുന്നുണ്ടല്ലോ. എന്തായിരുന്നു നമ്മൾ ഫൈനൽ ഇക്വേഷൻ? C1 C2 ഡിവൈഡഡ് ബൈ 2 C1 plus C2 ഇൻറ്റു V1 minus V2 the whole square. So that is option 3 is the right answer. നോക്കടാ, ക്വസ്റ്റൻ നമ്പർ 32. ഇവിടെ ഈ ഡയഗ്രത്തിൽ കാണുന്ന കോമ്പിനേഷൻ്റെ എഫക്റ്റീവ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കൂ, ആസ് പെർ ദ ഡയഗ്രം നമുക്കറിയാം, ഇവിടെയാണ് ഒരു പ്ലേറ്റ് വരുന്നത്, താഴെ ഒരു പ്ലേറ്റ്, അതിൻ്റെ ഹാഫ് ഏരിയ ഇവിടെ വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസിൻ്റെ ഹാഫ് ഇത്രയും വരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ 3 ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റുകളുണ്ട്. ആദ്യത്തെ 2 K1ഉം K2ഉം പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പാരലലിൻ്റെ ഇതിൻ്റെ എഫക്റ്റീവ് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് K1 plus K2 ഡിവൈഡഡ് ബൈ 2 ആണ് വരിക, നമ്മൾ പഠിച്ചാണ്. അതിനോട് സീരീസ് ആയിട്ടാണ് K3 വരുന്നത്. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് കണ്ടാൽ മതി. അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്തുള്ള എഫക്റ്റീവ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഇക്വേഷൻ നമ്മൾ പഠിച്ചാണ്. D1 summation of thickness divided by summation of thickness divided by dielectric constant. K effective is equal to summation of thickness. ഇവിടെ ഒരു തിക്നെസ് D/2, അടുത്തത് D/2. അപ്പോൾ ടോട്ടൽ D/2 plus D/2 എന്ന് വരും. സമ്മേഷൻ ഓഫ് തിക്നെസ് D/2 plus D/2, അത് D വരും, ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓഫ് തിക്നെസ് ബൈ K. അപ്പോൾ ആദ്യത്തെ പോർഷൻ ഇത്രയും വരും, അതിൻ്റെ തിക്നെസ് D/2 ആണ്. അപ്പോൾ D/2, അതിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് K1 plus K2/2 ആണ്. അതിൻ്റെ മീൻസ് അതിൻ്റെ എഫക്റ്റീവ് വാല്യൂ K1 plus K2 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഈ 2 അടച്ച് കട്ടായി പോകും. പ്ലസ് അടുത്ത തിക്നെസ് D/2, അതിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് K3 വരുന്നത്, K3. ഓക്കെ, അപ്പോൾ K എഫക്റ്റീവ് നമുക്ക് ഈ ഡീന് ഔട്ട് സൈഡ് എടുക്കാം. K ഇഫക്റ്റീവ് ഇസ് ഈക്വൽ ടു D ഡിവൈഡഡ് ബൈ ഡീന് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ K1 plus K2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 K3. D ക്യാൻസൽ ആയി പോകും. റെസിപ്രോക്കൽ എടുത്താൽ 1 by K എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു 1 divided by K1 plus K2 plus 1 divided by 2 K3. So 1 by K is equal to 1 by K1 plus K2 plus 1 by 2 K3. Correct alle? So that is option 2 is the right answer. Question number 32, option 2 is the right answer. Next, question number 33. 10 raised to 19 electrons are removed from a neutral plate through some process, then charge becomes 10 raised to 19 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ചാർജ് എത്ര ആവും? 10 raised to 19 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ 10 raised to 19 നെഗറ്റീവ് ചാർജാണ് പോയത്. അപ്പോൾ പ്ലസ് 10 raised to 19 ഇൻറ്റു 1.6 ഇൻറ്റു 10 raised to -19. -19 plus 19 ക്യാൻസൽ ചെയ്താൽ പ്ലസ് 1.6 കൂളോം. ദാറ്റ് ഈസ് ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, 4 point charge. Number 34. 4 point charge plus Q is placed on the circumference of a circle of diameter 2d such that they form a square. The potential at the center is. നോക്കൂ, ഒരു സർക്കിളിൻ്റെ മുകളിൽ 4 ചാർജുകൾ ഈ രൂപത്തിൽ പ്ലേസ് ചെയ്തു. എന്നിട്ട് ആ 4 ചാർജുകൾ കൂടി ചേർന്നിട്ടൊരു സ്ക്വയർ ഉണ്ടായി എന്നാണ് പറഞ്ഞത്. ഈ ചാർജ് എല്ലാം പോസിറ്റീവാണ്, പ്ലസ് Q. അപ്പോൾ ഡെഫിനറ്റ്ലി സെൻറ്ററിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. ദെൻ ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 2d ആണ്. ഡയമീറ്റർ ഇതല്ലേ വരിക, ദിസ് ഇസ് 2d. ഓക്കെ, ഇത് 2d ആണ്. സ്ക്വയർ ആണല്ലോ ഫോം ചെയ്തത്. ഓക്കെ, അപ്പോൾ സ്ക്വയറിൻ്റെ ഡയഗണലാണത്, ശരിയല്ലേ? അപ്പോൾ സ്ക്വയറിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് √2 ടൈംസ് ഓഫ് സൈഡ് ലെങ്ത് ആണ്. ഓക്കെ, അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് സ്ക്വയറിൻ്റെ ഡയഗണലാണ് അവിടെ √2d എന്ന് വരുന്നത്. അപ്പം ഒരു ചാർജിൽ നിന്നും സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് d വരും. നമുക്ക് വേണ്ടത് പൊട്ടൻഷ്യൽ അറ്റ് ദി സെൻറ്റർ ആണ്. അപ്പോൾ ഒരു ചാർജ് കൊണ്ടുള്ള പൊട്ടൻഷ്യൽ KQ ഡിവൈഡഡ് ബൈ d വരും. അങ്ങനത്തെ 4 ചാർജ് ഉള്ളതുകൊണ്ട് 4 ഇൻറ്റു KQ ഡിവൈഡ് ബൈ d വരും. 4 ഇൻറ്റു പൊട്ടൻഷ്യൽ അറ്റ് ദി സെൻറ്റർ 4Q ഡിവൈഡഡ് ബൈ d. അവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് കോൺസ്റ്റന്റ് കൂടെ അവിടെ ആക്ച്വലി വേണം കേട്ടോ. 4 ടൈംസ് KQ ഡിവൈഡ് ബൈ d, വേർ K is equal to 1/4πε0. So that is option 2 is the right answer. Question number 34, option 2 is the right answer. അവിടെ ഒരു K മിസ്സിംഗ് ആണ്. K എന്ന് പറയുന്നത് 1/4πε0. ഓക്കെ, റെഡി.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 35. The electric field intensity at a point in between two parallel ഷീറ്റ് വിത്ത് ലൈക്ക് ചാർജസ് ഓഫ് സെയിം സർഫസ് ചാർജ് ഡെൻസിറ്റി. അപ്പോൾ രണ്ട് ഷീറ്റ് ലൈക്ക് ചാർജാണ്. അപ്പോൾ രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ ഒരെണ്ണത്തിൻ്റെ ഫീൽഡ് റേഡിയലി ഔട്ട്വേർഡ്, രണ്ടാമത്തിൻ്റെ ഫീൽഡും റേഡിയലി ഔട്ട്വേർഡ്. അത് രണ്ടും ക്യാൻസൽ ആവും. സോ നെറ്റ് ഫീൽഡ് വിൽ ബി 0. സെഷൻ ബിയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. സെഷൻ ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് എയർ ഡയലക്ട്രിക് മീഡിയം ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഓഫ് ദ കപ്പാസിറ്റർ ഇസ് 10 മൈക്രോഫാരഡ്. ദ ഏരിയ ഓഫ് ദ കപ്പാസിറ്റർ is divided into 2. ഓക്കെ, രണ്ട് ഡയലക്ട്രിക്കുകൾ അവിടെ പ്ലേസ് ചെയ്തു. ഓക്കെ, ഇത് രണ്ടും പാരലൽ ആണ്. ഒന്നിൻ്റെ വാല്യൂ 2 ആണ്, ഒന്നിൻ്റെ വാല്യൂ 4 ആണ്. ദെൻ ദ കപ്പാസിറ്റൻസ് ഓഫ് ദ കപ്പാസിറ്റർ വിൽ ബി മീഡിയം. ഡയലക്ട്രിക് മീഡിയം ഇല്ലാത്ത സമയത്ത് 10 മൈക്രോഫാരഡ് ആണ്. അപ്പോൾ 10 is equal to A epsilon 0/d ആണ്. ഡയലക്ട്രിക് മീഡിയം വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ട് ഡയലക്ട്രിക് മീഡിയം വെച്ച് കഴിഞ്ഞാൽ പുതിയ കപ്പാസിറ്റൻസ് ഈക്വൽ ടു എഫക്റ്റീവ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഇൻറ്റു A epsilon 0/d. അപ്പോൾ എഫക്റ്റീവ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഇസ് K1 + K2 ഡിവൈഡഡ് ബൈ 2, പാരലൽ അല്ലേ, ഇൻറ്റു A epsilon 0/d എന്ന് പറയുന്നത് 10 ആണ്. K1 + K2 C ഡാഷ്. K1 + K2/2 എന്ന് പറയുമ്പോൾ 2 + 4 6/2 എന്ന് പറയുമ്പോൾ 3 × 10 വരും. ദാറ്റ് ഇസ് 30 മൈക്രോഫാരഡ്. ദാറ്റ് ഇസ് ഓപ്ഷൻ 3 ഇസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 37. 3 equal capacitors each with the capacitance are connected as shown in figure. നമുക്ക് ഈ ഡയഗ്രാം കാണുമ്പോൾ തന്നെ അറിയാം ദിസ് പോയിന്റ് ഇസ് A as well as this is A. And this is B and this is B. അപ്പോൾ ഇത് between A and B, this is between A and B, this is between A and B. അപ്പോൾ ഇത് മൂന്നും പാരലൽ ആണ്. പാരലൽ ആകുമ്പോൾ എഫക്റ്റീവ് വിൽ ബി C + C + C. ദാറ്റ് ഇസ് 3C. ഓപ്ഷൻ 2 is the right answer. 38. Question number 38. The capacitor of capacitance C1 is charged to a potential of V0. On disconnecting with the battery is connected with a capacitor of capacity C2. Shown figure. The ratio of energy before and after the connection when S is connection of switch S will be. നോക്കൂ, ഇനീഷ്യലി ഒരു കപ്പാസിറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് C. സോ വേണ്ട, നമുക്ക് അവിടെ വോൾട്ടേജിൽ ചേഞ്ച് വരും. എനർജി ഈസ് ഈക്വൽ ടു Q² / 2C. ചാർജ് സെയിം ആണ്. അതായത് ആദ്യത്തെ കപ്പാസിറ്റർ കണക്ട് ചെയ്തു, ആ കപ്പാസിറ്റർ ചാർജായി. പിന്നെ നമ്മളത് റിമൂവ് ചെയ്തിട്ട് അതിനോട് പാരലായിട്ടൊരു കപ്പാസിറ്റർ കണക്ട് ചെയ്തു. അപ്പോൾ ചാർജ് ഇങ്ങോട്ടേക്ക് ഷെയർ ചെയ്യപ്പെടും. അപ്പോൾ ചാർജ് ഷെയർ ചെയ്യപ്പെടുമെങ്കിലും ടോട്ടൽ ചാർജ് കൺസേർവ്ഡ് ആണ്. അപ്പോൾ ചാർജ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എനർജി നമുക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കപ്പാസിറ്റൻസ് എന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ എനർജി ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ എനർജി U1/U2 ഇസ് ഈക്വൽ ടു രണ്ടാമത്തെ കപ്പാസിറ്റൻസ് C1 ഉം C2 പാരലൽ ആവുന്ന സമയത്ത് C1 + C2. ആദ്യത്തെ കപ്പാസിറ്റൻസ് C1 ഓൺലി. അപ്പോൾ C1 + C2 ഡിവൈഡ് ബൈ C1. ദാറ്റ് ഈസ് എ റേഷ്യോ. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 39. ഓക്കെ, ഇവിടെ 60 വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ദ ഇക്വലന്റ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ A and B ആൻഡ് ദ ചാർജ് ഓൺ 5 മൈക്രോഫാരഡ് കപ്പാസിറ്റർസ്. അപ്പോൾ ഇക്വലന്റ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ A and B ഇതിൽ നമുക്കറിയാം ഈ 10 ഈ പോർഷൻ മാത്രം നോക്കുകയാണെങ്കിൽ ഈ 10ഉം ഈ 5ഉം ഈ 9ഉം സീരീസ് ആണ്, സോറി പാരലൽ ആണ്. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് വരിക 10 + 9 19 + 5 24 വരും. ദെൻ 24ഉം 12ഉം 8ഉം സീരീസ് ആണ്. സോ 1/C is equal to 1/24 + 1/12 + 1/8. ഇവിടെ 3/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ 2/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 1/C is equal to 1/24 + 2/24 + 3/24. അപ്പോൾ C is equal to 3 + 3 6 divided by 24 divided by 6. സോ 24/6 ചെയ്താൽ നമുക്ക് 4 കിട്ടും. 4 മൈക്രോഫാരഡ്. സോ 4 മൈക്രോഫാരഡ്. എഫക്റ്റീവ് കപ്പാസിറ്റൻസ് 4 വരുന്ന ഒറ്റ ഓപ്ഷൻ ഉണ്ട്. ദാറ്റ് ഇസ് ഓപ്ഷൻ 4. ക്വസ്റ്റ്യൻ നമ്പർ 39. ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 40. നോക്കൂ, ഇൻ ദ ഗിവൺ figure the charge on the outer sphere is Q. outer sphere le charge Q ആണ്. the inner sphere is grounded. then the Q' on the inner sphere is. അപ്പോൾ inner sphere ൽ Q'. inner sphere ഗ്രൗട്ട് ചെയ്തു. ഗ്രൗട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എർത്ത് ചെയ്തു. അപ്പോൾ inner sphere ലെ പൊട്ടൻഷ്യൽ is equal to 0. ഇന്നർ സ്ഫിയറിന് 2 പൊട്ടൻഷ്യൽ ഉണ്ടാവും. ഒന്ന് ഇന്നർ സ്ഫിയറിൻ്റെ പൊട്ടൻഷ്യൽ ഉണ്ടാവും. ദെൻ ഇന്നർ സ്ഫിയർ ഈസ് ഇൻസൈഡ് ദ ഔട്ടർ സ്ഫിയർ. ഒരു സ്ഫിയറിൻ്റെ ഉള്ളിലെ പൊട്ടൻഷ്യൽ എല്ലായിടത്തും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഔട്ടർ സ്ഫിയറിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. ഔട്ടർ സ്ഫിയറിൻ്റെ പൊട്ടൻഷ്യൽ ഇസ് KQ ഡിവൈഡഡ് ബൈ ഔട്ടർ സ്ഫിയറിൻ്റെ റേഡിയസ് R2 പ്ലസ് പിന്നെ ഇന്നർ സ്ഫിയറിൻ്റെ പൊട്ടൻഷ്യൽ KQ' ഡിവൈഡഡ് ബൈ R, ഇന്നർ സ്ഫിയറിൻ്റെ റേഡിയസ് R1.
ദാറ്റ് ഈസ് ഈക്വൽ ടു 0. കാരണം ഇത് എർത്ത് ചെയ്തുകൊണ്ട് ഇന്നർ സ്ഫിയറിൻ്റെ പൊട്ടൻഷ്യൽ 0 ആവും. അപ്പോൾ ഈ ടേം എടുത്ത് കെ ക്യാൻസൽ ആയി പോവും. അപ്പോൾ ക്യൂ ഡിവൈഡഡ് ബൈ R2 ഈസ് ഈക്വൽ ടു ക്യൂ ഡാഷ് ഡിവൈഡഡ് ബൈ R1. നമുക്ക് വേണ്ടത് എന്താണ്? ക്യൂ ഡാഷ് അല്ല വേണ്ടത്. സോ ക്യൂ ഇൻറ്റു R1 ബൈ R2 ഈസ് ഈക്വൽ ടു ക്യൂ ഡാഷ്, ഒരു മൈനസും വരും. സോ ക്യൂ ഡാഷ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു മൈനസ് ഓഫ് ക്യൂ ഇൻറ്റു R1 ബൈ R2. ദാറ്റ് ഈസ് ഓപ്ഷൻ 3 is the right answer. Option number 40, option 3 is the right answer. 41. Two charges Q1, Q2 are placed 30 cm apart. Two charges Q1 and Q2 30 cm apart. Okay. ഇങ്ങനെ രണ്ട് ചാർജ് വെച്ചിട്ടുണ്ട്. A third charge is moved from Q3 is moved from 40 cm along a circular arc of radius 40 cm from C to D. Okay. അപ്പോൾ Q1, Q2 എന്ന് പറഞ്ഞ രണ്ട് ചാർജ് ഇവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് 30 ആണ്. ദെൻ Q1 നിന്നും 40 സെൻറ്റിമീറ്റർ മേലെയുള്ളൊരു ചാർജ് ആ 40 സെൻറ്റിമീറ്റർ റേഡിയസ് ആവുന്ന ഒരു സർക്കുലർ ആർക്കിൽ താഴേക്ക് കൊണ്ടുവന്നു. ഓക്കെ, ഇപ്പോൾ ഡിയിലെത്തി. അപ്പോൾ ഇത് റേഡിയസ് ആകുമ്പോൾ ഇതെല്ലാ സമയത്തും 40 തന്നെ മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? അപ്പോഴല്ല അത് റേഡിയസ് സർക്കിളിൻ്റെ ആർക്കായിരുന്നു. അപ്പോൾ ഇത് 40 ആവും. The change in potential energy of the system is Q3 divided by 4 pi epsilon 0 into K, where K is. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, പൊട്ടൻഷ്യൽ എനർജി, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി നോക്കാം. ഇനീഷ്യൽ ആൻഡ് ഫൈനൽ Q1ഉം Q2 തമ്മിലുള്ള ഡിസ്റ്റൻസിൽ മാറ്റമില്ല, അത് 30ലാണ് നിൽക്കുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജിയിൽ ഒരു ചേഞ്ചും ഇല്ല. പിന്നെ ഈ രണ്ട് പൊട്ടൻഷ്യൽ എനർജി ഇനീഷ്യലി ഇവർ രണ്ട് ഇങ്ങനെയാണ് നിൽക്കുന്നത്, ഫൈനലി അവരിങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്കിടയിൽ അവിടെ ഒരു ചാർജ് വരുമ്പോൾ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ വരികയും ചെയ്യും. അപ്പോൾ അവർക്കിടയിലാണ് പൊട്ടൻഷ്യൽ എനർജിയിൽ വ്യത്യാസം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇവ രണ്ടും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതില്ല. പിന്നെ ഇത് 3ഉം ഇത് 4ഉം ആവുന്ന സമയത്ത് ഈ ഡിസ്റ്റൻസ് എത്ര വരിക? 15 വരും, ശരിയല്ലേ? ഓക്കെ, അപ്പം ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി നമ്മൾ നോക്കേണ്ട, അത് ബിഫോർ ആൻഡ് ആഫ്റ്റർ സെയിം ആണ്. ഇവ രണ്ടും തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി എടുക്കുകയാണെങ്കിൽ K Q1 Q2 ഡിവൈഡഡ് ബൈ R 40 സെൻറ്റിമീറ്റർ 40 ഇൻറ്റു 10⁻⁻1 പ്ലസ് K Q3 Q2 ഡിവൈഡഡ് ബൈ അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് 50 ഇൻറ്റു 10⁻⁻2 -1 അല്ല -2. ഇതാണ് ഇനീഷ്യൽ. ഇനി ഫൈനൽ നോക്കുന്ന സമയത്ത് ഈ രണ്ട് ചാർജ് നേരെ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ അത് 40 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലേക്കായി. അപ്പോൾ K Q1 Q3, ഇത് Q1 ഇവിടെ Q3 ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് Q1 Q3 ആണ്. Q3. ഓക്കെ, പിന്നെ ഇത് Q1 ഇവിടെ അല്ലല്ലേ, Q2 Q3 ആണ്. Q2 Q3 കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി K Q1 Q3 അതിവിടെ എത്തിയില്ലേ, 40 സെൻറ്റിമീറ്ററിലേക്ക് മാറി, ഡിവൈഡഡ് ബൈ 40 ഇൻറ്റു 10⁻⁻2 പ്ലസ് ഈ Q3യും Q2 നമ്മളുടെ ഡിസ്റ്റൻസ് ഇപ്പോൾ ഇതാണ് വരിക. എത്ര വരിക? 10 വരും, കാരണം ഇത് 40 ഇത് 30. അപ്പോൾ K Q2 Q3 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 10⁻⁻2 ഫൈനൽ. ഇനി ഇപ്പോൾ നമ്മൾ ഡിഫറൻസ് എടുക്കാം. അപ്പോൾ നമ്മൾ ഡിഫറൻസ് പറഞ്ഞാൽ ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ഇത് ക്യാൻസൽ ആയി പോകും, ഇത് രണ്ടും കട്ടായി പോകും. എന്നിട്ട് സെയിം എന്നല്ലേ വരുന്നത്, അത് ക്യാൻസൽ ആയി പോകും. പിന്നെ വരുന്നത് K Q2 Q3 ഇതുമാണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ K Q2 Q3 ഞാൻ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1/10 ഇൻറ്റു 10⁻⁻2 മൈനസ് 1/50 ഇൻറ്റു 10⁻⁻2. അപ്പോൾ അവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു 5/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ മുകളിൽ 5 മൈനസ് 1 4 ആവും. K എന്ന് പറയുന്നത് 1/4 pi epsilon 0 ആണ്. Q2 Q3 പിന്നെ വരിക ഇവിടെ 5 മൈനസ് ക്രോസ് 5/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5 മൈനസ് 1 4 വരും. 4 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ കോമൺ ആയി 50 ഇൻറ്റു 10⁻⁻2. ആ 10⁻⁻2 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 1/4 pi epsilon 0. Q3 അവിടെ വെക്കാം.
പിന്നെ ആരാളുള്ളത് Q2 ഉണ്ട് അല്ലേ, Q2. പിന്നെ അവിടെ ആരാ 10⁻⁻2 മുകളിലേക്ക് പോയാൽ അത് +2 ആവും. അപ്പോൾ അത് 400/50. 0 0 ക്യാൻസൽ ചെയ്തു. 40/5 ചെയ്താൽ നമുക്ക് 8 കിട്ടും. 8. അപ്പോൾ ഫൈനലി ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി 1/4πε0 Q3 അവിടെ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് Q2 × 8 ആണ്. ശരിയല്ലേ? അപ്പോൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി Q3/4πε0 Q3/4πε0 × K ആണ്. ഈ Kൻ്റെ സ്ഥാനത്ത് എനിക്ക് എന്താ കിട്ടി? 8 Q2 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ. ശരിയല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 41, ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ. Ready? 42. A charge Q is placed at the center of line joining two equal charges Q. The system of 3 charges will be equilibrium if Q is equal to. ഒരുപാട് തവണ നമ്മൾ ചെയ്തതാണ്. C 2 charge Q സെപ്പറേറ്റ് ബൈ ഡിസ്റ്റൻസ് R. അതിന് ഒത്ത നടുക്ക് R/2 ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്തു? Q ഈസ് പ്ലേസ്ഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ലൈൻ ജോയിനിങ് 2 ചാർജസ്. ക്യാപിറ്റൽ Q ആണ് അല്ലേ? ഇവിടെ ക്യാപിറ്റൽ Q ആണ്, സ്മോൾ ലെറ്റർ Q. ഓക്കെ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 3 ചാർജും ഇക്വിലിബ്രിയത്തിലായി എന്നാണ് പറഞ്ഞത്. ഇക്വിലിബ്രിയത്തിലായി എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു ചാർജിന് മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. ആ ഒരു ചാർജ് സെൻറ്ററിലുള്ള ചാർജ് എടുക്കാതിരിക്കാം. ഓക്കെ, അപ്പോൾ അറ്റത്തുള്ള ചാർജ് എടുക്കും. സെൻറ്ററിലുള്ള ചാർജ് എടുത്താൽ നമുക്ക് ആൻസർ കിട്ടില്ല. ഇക്വിലിബ്രിയം നമ്മൾ ചെയ്ത് പഠിച്ചതല്ലേ. അപ്പോൾ ഇവർ തമ്മിലുള്ള ഫോഴ്സ് എന്താ വരിക? Q ഡിവൈഡഡ് ബൈ R/2 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് R²/4 മുകളിലേക്ക് വരും, പ്ലസ് ഇവർ തമ്മിലുള്ള ഫോഴ്സ് കൺസിഡർ ചെയ്തു. ഇനി ഈ ചാർജിൻ്റെ മുകളിൽ ഈ നടുക്കുള്ള Q എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തത്. ഇനി ഈ ചാർജിൻ്റെ മുകളിൽ ഇവിടെ വെച്ച ചാർജ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് കൺസിഡർ ചെയ്താൽ ക്യാപിറ്റൽ Q² ഡിവൈഡഡ് ബൈ R². ഇത് ആഡ് ചെയ്താൽ നമുക്ക് 0 കിട്ടും. ഓക്കെ, അപ്പോൾ ഈ R² അങ്ങോട്ടേക്ക് പോകും, Kയും ഒക്കെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് എന്താ ഫൈനലി കിട്ടുക? 4Q × Q ഈസ് ഈക്വൽ ടു -Q². ഒരു Q നമ്മൾ കട്ട് ചെയ്തു. സ്മോൾ ലെറ്റർ Q ഈസ് ഈക്വൽ ടു -ക്യാപിറ്റൽ Q ഡിവൈഡഡ് ബൈ 4. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 42, ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 43. ഇൻ ദ ഫിഗർ +Q ചാർജ് ഇസ് ലൊക്കേറ്റഡ് അറ്റ് ദി വൺ എഡ്ജ് ഓഫ് ദ ക്യൂബ്. ഒരു എഡ്ജിലാണ് ആ ചാർജ് ഉള്ളത്. എഡ്ജിൽ ചാർജ് വെച്ചാൽ അതിൻ്റെ /4 മാത്രമേ ക്യൂബിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ, എൻക്ലോസ്ഡ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫ്ലെക്സ് ത്രൂ ദ ക്യൂബ് ഇസ് ഈക്വൽ, ടോട്ടൽ ഫ്ലെക്സ് ത്രൂ ദ ക്യൂബ് ഇസ് ഈക്വൽ ടു Q/4/ε0, that is Q/4/ε0. Option 3 is the right answer. 44. On rotating a point charge having a charge Q around a charge positive Q in a circle of radius R, work done will be. Okay. On rotating a point charge Q around a circle. അപ്പോൾ ഇവിടെ ഒരു Q ഉണ്ട്, ഒരു ചാർജിനെ ഇങ്ങനെ ചുറ്റിക്കാൻ വേണ്ട വർക്ക് ഡൺ ആണ് ചോദിച്ചത്. ഇങ്ങനെ ചുറ്റിക്കാൻ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജിക്ക് ഒരു ചേഞ്ചും ഇല്ല. അപ്പോൾ വർക്ക് ഡൺ വിൽ ബി 0. 44, option 3 is the right answer. Okay. Next, number 45. A rod lies along x-axis with one end is at origin and another end is infinity. അപ്പോൾ x-axisൽ ഒരു റോഡ് അപ് ടു ഇൻഫിനിറ്റി വരെ ഇങ്ങനെ സ്പ്രെഡ് ആയി കിടക്കുന്നുണ്ട്, ഗോയിങ് അപ് ടു ഇൻഫിനിറ്റി. ക്യാരീസ് എ യൂണിഫോം ചാർജ് ലാംഡ കൂളോം പെർ മീറ്റർ. ചാർജ് ഡെൻസിറ്റി ആണ്, യൂണിഫോം ചാർജ് ഡെൻസിറ്റി ലാംഡ കൂളോം പെർ മീറ്റർ. ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു -A. ഇതും നമ്മൾ ഡയറക്റ്റ് പഠിച്ച ഇക്വേഷൻ ആണ്. ദാറ്റ് ഇസ് ലാംഡ ഡിവൈഡ് ബൈ 4πε0 A നെഗറ്റീവ് I. കാരണം അവിടെ -Aയിൽ നമുക്ക് ഫീൽഡ് നോക്കുന്ന സമയത്ത് -Aയിലുള്ള ഫീൽഡ് എന്ന് പറയുന്നത് എലോങ് -X ഡയറക്ഷനിലേക്കാണ് വരിക. എലോങ് -X ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ -I cap. ഡയറക്റ്റ് നമ്മൾ പഠിച്ച ഇക്വേഷനാണ്, നേരിട്ട് നമ്മൾ പഠിച്ച റിസൾട്ടാണ്. നേരിട്ട് റിസൾട്ട് അപ്ലൈ ചെയ്യാനേ ഉള്ളൂ. ദാറ്റ് ഈസ് ഓപ്ഷൻ 1 is the right answer. Lambda divided by 4πε0 A. Question number 45, option 1. Next, question number 46. A particle A has a charge of +Q and a particle B has a charge of +4Q. With each other them have a same mass M, allowed to fall from rest through the same electric പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ദ റേഷ്യോ ഓഫ് വി ആൻഡ് വി ബി. ഓക്കെ, അപ്പോൾ സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ നമ്മൾ അതിനെ റിലീസ് ചെയ്താൽ അതിനൊരു കൈനറ്റിക് എനർജി കിട്ടും. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു QV. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½ ആണ്. ½ ഇസ് ഈക്വൽ ടു QV എന്ന് വരും. സെയിം പൊട്ടൻഷ്യലാണ്, അപ്പോൾ V² ഇസ് പ്രപ്പോർഷണൽ ടു ചാർജ് എന്ന് വരും.
അപ്പോൾ VA divided by VB. This is kinetic energy acquired by the charge under the potential difference of V volt. അതാണ് QV എന്ന് പറയുന്നത്. അപ്പോൾ വെലോസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ചാർജ് എന്ന് വരും. അപ്പോൾ വെലോസിറ്റി ഓഫ് A ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് B എന്ന് പറയുന്നത് എയുടെ ചാർജ് Q ആണ്, ബീൻ്റെ ചാർജ് 4Q ആണ്. ഇവിടെ സ്ക്വയർ ഉണ്ട്, അപ്പോൾ അതിനെ ക്യാൻസൽ ചെയ്യാൻ നമ്മളിവിടെ റൂട്ട് എടുക്കണം. Q ക്യാൻസൽ ചെയ്താൽ 1 divided by 2, 1:2. That is option 2 is the right answer. Question number 46, option 2 is the right answer. Next, question number 47. 4 charges plus Q, minus Q and minus Q are placed at the corners of a square of side 2L. Yes, ഇത് 2L ആണ്. അപ്പോൾ ഈ A എന്ന് പറയുന്നത് the electric potential at a midway between charges 2 charges plus Q. അപ്പോൾ ഈ A എന്ന് പറഞ്ഞാൽ midway ആണ്, അപ്പോൾ ഇത് L വരും. ഓക്കെ, അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് A അല്ലേ? ഓക്കെ, അവിടെ ഈ രണ്ട് ചാർജ് കാരണം ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും, അത് രണ്ടും പോസിറ്റീവാണ്. പ്ലസ് ക്യൂവിൽ നിന്നും എയിലേക്കുള്ള ഡിസ്റ്റൻസ് L ആണ്, ഈ പ്ലസ് ക്യൂവിൽ നിന്നും എയിലേക്കുള്ള ഡിസ്റ്റൻസ് L ആണ്. അപ്പോൾ അവിടുത്തെ ടോട്ടൽ പൊട്ടൻഷ്യൽ 2 × KQ ഡിവൈഡഡ് ബൈ L. ഒരു ചാർജ് കാരണം KQ/L, അപ്പോൾ രണ്ടെണ്ണമാകുമ്പോൾ 2 × KQ/L. റെഡി അല്ലേ? പ്ലസ് അല്ല, മൈനസ്. ഇനി ഈ രണ്ട് നെഗറ്റീവ് ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യലാണ്. ഈ നെഗറ്റീവ് ചാർജിൽ നിന്ന് ഈ എയിലേക്കുള്ള ദൂരം നോക്കുകയാണെങ്കിൽ ഇതാണ് വരിക. ഇത് ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുടെ ഹൈപ്പോട്ടൻസ് ആയിട്ട് വരും. ദാറ്റ് ഇസ് റൂട്ട് ഓഫ് 2L², ദാറ്റ് ഇസ് 4L² പ്ലസ് L². അപ്പോൾ റൂട്ട് 5L വരും. സോ മൈനസ് ഓഫ് 2 × KQ ഡിവൈഡഡ് ബൈ, ഇവിടെ മൈനസ് വരാനുള്ള കാരണം ഈ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ടാണ്. രണ്ട് ചാർജ് കൊണ്ടും ഒരേ പൊട്ടൻഷ്യലാണ് ഈ പോയിന്റിൽ ഉണ്ടാവുന്നത്, കാരണം ഡിസ്റ്റൻസ് സെയിം ആണ് ആസ് വെൽ ആസ് ചാർജും സെയിം ആണ്. ഡിവൈഡഡ് ബൈ റൂട്ട് 5L. ശരിയല്ലേ? അപ്പോൾ നമുക്ക് 1/4πε0, Kൻ്റെ വാല്യൂ 1/4πε0 പുറത്തേക്ക് എടുക്കാം. 2Q/L പുറത്തേക്ക് എടുത്താൽ പിന്നെ 1 - 1/√5 ആണ് ഉണ്ടാവുക. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 47, option 4. Question number 48. 3 charges plus Q are placed at the corners of an isolated triangle ABC of side BC and AC. BC and AC 2A. And D and E are the midpoint. D and E are the midpoints of BC and AC. The work done taking a charge Q from D to E. D എന്ന് ഇയിലേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ട വർക്ക് ഡൺ ആണ്. ഈ പോയിന്റിലെ പൊട്ടൻഷ്യലും ഈ പോയിന്റിലെ പൊട്ടൻഷ്യലും സെയിം ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല എങ്കിൽ വർക്ക് ഡൺ വിൽ ബി 0. സോ ക്വസ്റ്റ്യൻ നമ്പർ 48, ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ. 49. Uniform electric field intensity is shown in figure. How many labeled points have same potential as fully shaded point? ഓക്കെ, അപ്പോൾ ഈ ഷെയ്ഡഡ് പോയിന്റിൻ്റെ അതേ പൊട്ടൻഷ്യൽ വരുന്ന എത്ര പോയിന്റ്സുകൾ അവിടെ ഉണ്ടാവുമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ ഷെയ്ഡഡ് പോയിന്റിൻ്റെ അതേ വേർട്ടിക്കൽ ലൈനിൽ വരുന്ന പോയിന്റുകൾക്കൊക്കെ അതേ പൊട്ടൻഷ്യൽ ആയിരിക്കും. അവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ പൊട്ടൻഷ്യൽ വിൽ ഡിക്രീസ് എലോങ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിനും ഒക്കെ ഒരേ വേർട്ടിക്കൽ ലൈനിലാണ്. അപ്പോൾ അതൊക്കെ ആ സോഴ്സിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്ന സോഴ്സിൽ നിന്നും ഒരേ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കും. അപ്പോൾ ഷെയ്ഡഡ് പോയിന്റിന് അതേ പൊട്ടൻഷ്യൽ വരുന്ന 3 പോയിന്റുകൾ കൂടെ ഉണ്ട്. സോ ദാറ്റ് ഈസ് 49, ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. 50 ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 2 conductor B and C have same radius carrying equal charges in repel each other with a force F. 2 സ്ഫിയർ ഉണ്ട്, അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് R ആണ്. അവ തമ്മിലുള്ള ഫോഴ്സ് റിപ്പൽസീവ് ഫോഴ്സ് ആണ്, ദാറ്റ് ഇസ് KQ²/R². A third spherical conductor A have same radius as that of B but uncharged, brought in contact with B, then contact with C. ഓക്കെ, ഇത് B ആണ്, ഇത് C ആണ്. മൂന്നാമത്തെ അതേ സൈസുള്ള അതേപോലത്തെ ഒരു സ്ഫിയർ വന്നിട്ട് ബിയിൽ കോണ്ടാക്ട് ചെയ്തു, എന്നിട്ട് സിയിൽ കോണ്ടാക്ട് ചെയ്തു. ബിയിൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവിടെ ചാർജ് ഷെയറിങ് നടക്കും. ഈ കൊണ്ടുവരുന്ന സ്ഫിയർ എ അൺചാർജ്ഡ് ആണ്. ഇവിടെ ചാർജ് ഷെയറിങ് നടക്കും, ഇവിടെയും ചാർജ് ഷെയറിങ് നടക്കും. ആൻഡ് ഫൈനലി റിമൂവ്ഡ്. ദെൻ ന്യൂ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ബിറ്റ്വീൻ ബി ആൻഡ് സി. ഇതിൻ്റെ ചാർജ് ക്യൂ, ഇതിൻ്റെ ചാർജ് ക്യൂ. ആദ്യം ആ സ്ഫിയർ വന്ന് ബിയിൽ ടച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ചാർജ് എന്താണെന്ന് വെച്ചാൽ Q+ വരുന്ന അൺചാർജ്ഡ് ആണ്, ഡിവൈഡഡ് ബൈ 2. അപ്പോൾ Q/2 ആവും. പിന്നെന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ആ Q/2 ചാർജ്, ഇപ്പോൾ
ഒരാൾ വന്ന് ഇവിടെ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് Q/2 ചാർജ് അതിലേക്ക് പോകും. അതുമായിട്ട് സിയുടെ അടുത്തേക്ക് പോയാൽ അവിടെയും ചാർജ് ഷെയറിങ് നടക്കും. അവിടെ സിയുടെ ചാർജ് Q ആണ്, പ്ലസ് എ കൊണ്ടുവരുന്ന സ്ഫിയറിൻ്റെ ചാർജ് ബിയിൽ നിന്നും കിട്ടിയ Q/2 ആയിട്ട് പോയിട്ട് അവിടെ ടച്ച് ചെയ്യുമ്പോൾ ചാർജ് ചെയ്യും, ഷെയറിങ് നടക്കും. Q+Q/2 ഡിവൈഡഡ് ബൈ 2 വരും. അപ്പോൾ അതെന്താവും? Q+Q/2 എന്ന് പറയുമ്പോൾ ഇവിടെ 2/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3Q/2 മുകളിലേക്ക് 4 എന്ന് വരും. പുതിയ ഫോഴ്സ് F is equal to K into Q/2 into 3Q/4 ഡിവൈഡഡ് ബൈ R². അപ്പോൾ F is equal to K Q മൾട്ടിപ്ലൈ ചെയ്താൽ Q² ആവും, ഡിവൈഡഡ് ബൈ R². പിന്നെ ഇവിടെ 3 ഉണ്ട്, ഈ 2ഉം ഈ 4ഉം ഉണ്ട്. അപ്പോൾ ഇവിടെ 3 ഡിവൈഡഡ് ബൈ 2 into 4 8 വരും. ഇത് ഇനീഷ്യൽ ഫോഴ്സ് ആണ്. ഇനീഷ്യൽ ഫോഴ്സിൻ്റെ 3/8 ടൈംസ്. സോ ദാറ്റ് ഇസ് ഓപ്ഷൻ ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. സോ ദാറ്റ് ഇസ് ദ എൻഡ് ഓഫ് ദ ഡിസ്കഷൻ. എല്ലാ ക്വസ്റ്റ്യൻസും നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളെല്ലാവരും നന്നായിട്ട് എക്സാം ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. നിങ്ങൾക്ക് തെറ്റിപ്പോയ കോൺസെപ്റ്റുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. സോ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ബൈ.